എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയരാജ്. വീട് ഷൊർണൂരാണ്. കഴിഞ്ഞ 13 വർഷക്കാലമായി RCM എന്ന നന്മയെ അറിഞ്ഞിട്ട് അതിനുശേഷം RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു എന്നല്ലാതെ ഇതിന്റെ ഒരു ബിസിനസ്സും അല്ലെങ്കിൽ ബിസിനസ് സാധ്യതകളെ കുറിച്ച് ചിന്തിക്കാനോ അതുപോലെ അത് പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് പോകാനോ അന്നൊന്നും ശ്രദ്ധിച്ചില്ല. കാരണം നമുക്ക് ജീവിക്കാൻ വേണ്ടി മറ്റ് മേഖലകളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ 2018 ശേഷമാണ് ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ് ഒക്കെ കേട്ട് അതിനെ കുറിച്ച് ഡെപ്തിൽ പഠിച്ച് ഈ ഒരു സിസ്റ്റത്തിലേക്ക് ഇറങ്ങിയത്. വേറെ ഒന്ന് രണ്ട് കാര്യം കൂടി ഈ ഒരു സിസ്റ്റത്തില് പ്ലഗ് ചെയ്ത് നിൽക്കാനും മുന്നോട്ട് നയിക്കാനും എന്നെ സ്വാധീനിച്ച രണ്ട് കാര്യങ്ങൾ എനിക്കുണ്ട്. അത് പറയുന്നതിന് മുന്നേ എന്നെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൊടുന്നത് ചെർപ്പളശ്ശേരിയുള്ള ശ്രീ രാമചന്ദ്രൻ സാറാണ്. അദ്ദേഹം ജയരാജ് ഒരു ദിവസം എന്നെ കൂട്ടി RCM ഷോപ്പിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ച്, അതായത് വീട്ടിലേക്ക് സാധനം മേടിക്കണ്ടല്ലേ, അത് മേടിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നത്. അപ്പൊ വീട്ടിലേക്ക് സാധനം മേടിക്കാനുള്ള ഒരു സംവിധാനം പുറത്ത് കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ നല്ല സാധനം വില കുറച്ച് ഇന്ന് കിട്ടുന്നതുകൊണ്ട് ഞാൻ സ്ഥിരമായി മേടിച്ചിരുന്നു. എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ ചില്ലറ നമുക്ക് അക്കൗണ്ടിൽ വരും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലേ. 2018 കൊറോണയ്ക്ക് വന്നപ്പോഴാണ് കൂടുതൽ ഇതിന്റെ കാര്യങ്ങൾ പഠിക്കും അതേപോലെ ഇതിനെ മനസ്സിലാക്കാനൊക്കെ സാധിച്ച്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്ന് വളരെ ഈസിയും വളരെ എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ബിസിനസ് ആണെന്ന് മനസ്സിലായി. ഏതൊരാൾക്കും അറിവോ കഴിവോ താല്പര്യം മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്തെടുക്കാൻ പറ്റുന്നതും ജീവിതത്തിൽ ഏത് ലെവല് വരെ വളരാൻ പറ്റുന്നതുമായ ഒരു ബിസിനസ് ആയിട്ട് എനിക്ക് മനസ്സിലായി. പിന്നീട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ പല പല പ്രതിസന്ധികൾ നമ്മൾ നേരിട്ട് കണ്ടു അറിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ കുറച്ച് ഫീഡ്ബാക്ക് ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ വരുന്നു എന്നതിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു 9 കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇത് ചിലപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ കാര്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. എല്ലാ ആളുകൾക്കും ചിലപ്പോൾ അത് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ ഇത് ഫാക്ട് ആണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ അനുഭവിച്ച അറിഞ്ഞു വന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊന്നും നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ ഇതാണ് എന്റെ പ്രശ്നം, ഇതാണ് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത്, അപ്പൊ അതിനെ തരണം ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഇന്നത്തെ പ്രോഗ്രാമിന്റെ പേര് ഡ്രൈവ് ബിസിനസ് ഫോർവേഡ്. അതായത് നമ്മൾ ബിസിനസ്സിലൂടെ മുന്നിലേക്ക് നമുക്ക് എങ്ങനെ പോകാം. നമുക്കൊരു വാഹനത്തിനാണ് നമ്മുടെ ജീവിതത്തിൽ വരുമാനം കൊണ്ടുവന്ന് തരാൻ, അതായത് പൈസ കൊണ്ടുവന്ന് തരാൻ ഉള്ള ഒരു വെഹിക്കിളാണ് നമ്മുടെ ഒക്കെ ഒരു ബിസിനസ്. നമുക്കറിയാം വരുമാനത്തിന് വേണ്ടി നമുക്ക് പല മാർഗങ്ങളുണ്ട്. നമുക്ക് ജോലി ചെയ്യാം, കൃഷി ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രഡീഷണൽ ബിസിനസ് ചെയ്യാം. ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമാനം കിട്ടും. എന്നാൽ കൂടുതൽ വരുമാനം ഈസി ആയിട്ട്, അതായത് വളരെ എളുപ്പത്തിൽ കൂടുതൽ വരുമാനം കിട്ടുന്നതിന് മറ്റുള്ള ആളുകളുടെ ലിവറേജ് ഉപയോഗിച്ച് നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്ന ഒരു എളുപ്പ മാർഗം ആയതുകൊണ്ട് തന്നെ അധികം ആളുകൾ നല്ല സമ്പത്തിലേക്ക് പോയതൊക്കെ അധികവും ബിസിനസ്സിലൂടെയാണ്. അതുകൊണ്ടാണ് ബിസിനസ്സിന് ഒരു ഫൈനാൻഷ്യൽ വെഹിക്കിൾ ആയിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത്. ഒരു വെഹിക്കിൾ, ഒരു വാഹനം മുന്നോട്ട് പോകുമ്പോൾ നമുക്കതിന് 4 ക്ലാസ്, അതായത് ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് ഗ്ലാസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ 2 സൈഡിലും ഓരോ മിറർ ഉണ്ടാവും, സെന്ററിൽ ഒരു മിറർ ഉണ്ടാവും. എന്തിനാണ് ഈ മിറർ വണ്ടിയുടെ ഉള്ളിൽ പിടിപ്പിച്ചിരിക്കുന്നത്? നമുക്ക് പിന്നോട്ട് നോക്കാൻ വേണ്ട, പുറകുന്ന് വരുന്ന പ്രശ്നങ്ങളെ അറിയാനും നമ്മുടെ പുറകിലുണ്ടായ വിഷയങ്ങളെ നമുക്ക് ചിന്തിക്കാനും. അത് നോക്കിയിട്ട് വേണം നമുക്ക് മുന്നിലേക്ക് നോക്കാൻ ഒരു ഗ്ലാസ് മാത്രമേ ഉള്ളൂ. പുറകിലേക്ക് നോക്കാൻ 3 ഗ്ലാസ്സുകളുണ്ട്. ഫ്രണ്ടിലേക്ക് നല്ല രീതിയിൽ കാഴ്ച കിട്ടാൻ നമുക്ക് ഒരു ഗ്ലാസ് ആണ് എല്ലാ ഡ്രൈവ് ചെയ്യുന്ന വണ്ടികൾക്കും ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പുറകിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബാക്കില് പിന്നില് വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഒന്ന് അറിയാനും ചിന്തിക്കാനും നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കഴിയും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ
അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ കാണാൻ കഴിയും. അതില് 9 റീസൺ, 9 റീസൺ നമ്മുടെ ബിസിനസ് ഫെയിലിയർ ചെയ്യാൻ വേണ്ടിട്ട്. അതിലത്തെ ഒന്നാമത്തെ റീസൺ റൺ ഔട്ട് ഓഫ് ക്യാഷ്. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ബിസിനസ് ചെയ്യണം. ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് പൈസ ആവശ്യമുള്ളത് പോലെ തന്നെ ആർസിഎം ബിസിനസ്സും ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ധാരാളം പൈസയുടെ ആവശ്യമുണ്ട്. ഒരു ബിസിനസ് ആകുമ്പോൾ തുടങ്ങാൻ ഒരു ചെറിയ വാടക റൂം എടുത്ത് നമ്മളൊരു എന്തെങ്കിലും ഒരു പെട്ടിക്കട പോലത്തെ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് ആ ബിസിനസ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ആ ബിസിനസ് ഷോപ്പിൽ അഡ്വാൻസ് കൊടുക്കുന്ന, അവിടെ അങ്ങനെ ഫർണിച്ചർ പറയുന്നു, അതിലേക്ക് വേണ്ട പ്രോഡക്റ്റുകൾ ഇറക്കുക, ഇതിനൊക്കെ നമുക്ക് പൈസ വേണ്ടതുപോലെ തന്നെ ആർസിഎം ബിസിനസ് എന്നത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ജോലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അത് കൂടെ കുറച്ചും കൂടി വരുമാനം കിട്ടാനും കുറച്ചും കൂടി നല്ല രീതിയിൽ ബിസിനസിനെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഒരു മാർഗമാണ് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ ആർസിഎം ബിസിനസ്. പല വീടുകളിലും ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുമ്പോ ഭർത്താവ് ബിസിനസ്സിന് പോകുമ്പോൾ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല പറയുന്നുണ്ട്. എന്നാൽ ഭാര്യ ബിസിനസ്സിന് ഇഷ്ടപ്പെടുമ്പോ ഭർത്താവിന് ഇഷ്ടപ്പെടില്ല പറയുന്നു. ഇതിൽ കൂടുതൽ കാര്യം ഇതിന്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒരു ആള് ബിസിനസ്സിന് ഇറക്കുമ്പോൾ 24 മണിക്കൂറും അദ്ദേഹം ബിസി ആവുകയാണ്. ഒഴിവ് സമയങ്ങളിൽ ആളുകളെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുപോലെ ആളുകളെ പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോകുന്നു, എന്നും പ്രോഗ്രാം, എന്നും മീറ്റിംഗ്, അതായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വൈഫ് പറയുകയാണ്, ചേട്ടാ ഇന്ന് നമുക്ക് കുട്ടികളെ കൊണ്ടൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. പറയുമ്പോ എനിക്ക് ഒഴിവില്ല, എനിക്കിന്ന് മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കിന്ന് വേറെ കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് പോകുന്നു. അതിനുശേഷം പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, ഒന്നുമില്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ, വീട്ടിൽ കറണ്ട് ബില്ല് അടയ്ക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയും പൈസ കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും പൈസ ഹസ്ബൻഡിനോട് ചോദിക്കുകയാണെന്ന് വെച്ചാൽ അവര് പിന്നെ ആ വഴിക്ക് കാണില്ല, പൈസ കൊടുക്കുന്നുണ്ടാവില്ല അവർക്ക്. പിന്നീട് എന്താ ഉണ്ടാവുക, അപ്പോ വീട്ടിലാണെച്ച ഹസ്ബൻഡിന് അതുവരെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് എന്ത് കാര്യത്തിന് വിളിച്ചാലും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം പണിക്ക് പോയിരുന്നു, വീട്ടിലെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നടന്നിരുന്നു. ആർസിഎം ബിസിനസ്സിൽ നിൽക്കുമ്പോ അല്ലെങ്കിൽ ആർസിഎം ബിസിനസ്സിൽ കടന്നു വരുമ്പോ അദ്ദേഹം മിക്കവാറും പോകുന്ന പണി നിർത്തി ആർസിഎമ്മിന്റെ പിന്നാലെ മുഴുവൻ സമയം നടക്കും, മുഴുവൻ സമയം മീറ്റിംഗും തിരക്കും. ഫോണിൽ കൂടെ കേൾക്കുന്ന വൈഫ് എന്താ, ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കുകളാണ്. റോയൽറ്റി ആയ 1000 കിട്ടും, അതേപോലെ എമറാൾഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കിട്ടും, 25 ലക്ഷം കിട്ടും, 50 ലക്ഷം കിട്ടും എന്നുള്ള തരത്തിൽ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നു ഫോൺ കൂടെ 24 മണിക്കൂറും. ഈ മനുഷ്യന്റെ കയ്യിലാച്ച 10 പൈസ കാണാല്ലേ, വീട്ടിലേക്ക് അച്ഛൻ നോക്കി കഴിഞ്ഞാൽ 1 രൂപയും കിട്ടുന്നില്ല. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ആ വീട്ടിലുള്ളവർ മനസ്സിലാക്കും, ഈ ഒരു ബിസിനസ്സിൽ പറയല് മാത്രമേ ഉള്ളൂ, അത് ഈ വർത്തമാനത്തിൽ മാത്രമേ കാര്യങ്ങളുള്ളൂ, വരുമാനത്തിലൊന്നും കാണുന്നില്ല എന്ന് വിചാരിച്ച് അവരിതിനെ എതിർക്കുന്നത്. കാരണം അവരെ കംഫർട്ട് പോവാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, ഈ ഒരു ബിസിനസ്സില് ആദ്യമായിട്ട് കടന്നു വരുമ്പോൾ നമുക്ക് എന്ത് വേണം, നമ്മളൊരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഈ ബിസിനസ് ചെയ്യുന്നത്. എന്താണ് എക്സ്ട്രാ എന്ന് വെച്ചാൽ, നമ്മൾ ജോലിക്ക് പോകുന്നു, നമുക്കൊരു 20,000 30,000 ഒരു മാസം വരുമാനം കിട്ടുന്നു. ആ വരുമാനം കിട്ടുന്നതിന്റെ ഇടയില് പെട്രോളിന് വില കൂടുന്നു, ഡീസലിന് വില കൂടുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തില് പലചരക്ക് കടകളിൽ സാധാരണ മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ വരുന്നു. അതുപോലെ കുട്ടികളുടെ ഫീസ് കൂട്ടുന്നു, കറണ്ട് ബില്ല് കൂട്ടുന്നു, ബസ്സിന് കാശ് കൂട്ടുന്നു, പമ്പിൽ പോയി എണ്ണ അടിക്കുമ്പോൾ കാശ് കൂട്ടുന്നു. ഇതൊക്കെ വരുമ്പോ നമ്മൾ സാധാരണ ഒരു വരുമാനം കിട്ടുമ്പോൾ, ഒരു ശമ്പളം കിട്ടുമ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിൽ കഴിയും. അതിന്റെ ഇടയിലാണ് നമുക്ക് ഈ എക്സ്ട്രാ വരുമാനം, എക്സ്ട്രാ ചെലവ് വരുമ്പോ നമ്മൾ ആ മറ്റേ ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുകയാണ്, ബസ്സുകാരൻ പൈസ കൂട്ടി ചോദിക്കുമ്പോ, സാറേ എനിക്ക് ശമ്പളം കൂട്ടിയിട്ടില്ല, ഞാനുള്ള ശമ്പളം കൊണ്ട് എന്നെ കടിച്ചു പിടിച്ച് പോവുകയാണ്, എനിക്ക് അധികം പൈസ തന്ന എന്റെ ജീവിതം ബുദ്ധിമുട്ട്, എനിക്ക് ശമ്പളം കൂട്ടിയിട്ടില്ല, ശമ്പളം കൂട്ടിയിട്ട് പൈസ കൂട്ടിത്തരാം എന്ന് പറഞ്ഞാൽ ബസ്സുകാരും ബസ്സിൽ നിന്ന് ഇറക്കി വിടുകയുള്ളൂ, അവരെ ഒരിക്കലും ബസ്സിൽ കൊണ്ടുപോയില്ല. ഒരു ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 200 രൂപ ഫീസ് മേടിക്കുന്ന ഡോക്ടർ ഇന്ന് മുതൽ 300 രൂപയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. സാർ എനിക്ക് ശമ്പളം കൂട്ടിയിട്ടില്ല, ഞാൻ കൂടുതൽ കാശ് തരാൻ എന്റെ കയ്യിലില്ല, ശമ്പളം കൂട്ടുമ്പോ സാറിന്റെ ഫീസ് കൂട്ടിക്കോളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടറും സമ്മതിക്കില്ല. ഇനി ഇവരൊക്കെ കൂട്ടിയ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്തോ പോയിട്ട് പറയുകയാണ്, എനിക്ക്
ശമ്പളം കൂട്ടിത്തരണം എന്ന് പറയുമ്പോൾ അതിന്റെ മാനേജറോ MD പറയും നിനക്ക് വേണം ജോലി കൂട്ടിത്തരാം, ശമ്പളം കൂട്ടിത്തരാൻ നിർവാഹമില്ല, ഇതിന് പറ്റില്ലെങ്കിൽ നീ എന്ത് ചെയ്യാം, ഈ ജോലി വിട്ടുപോയിപ്പോ. ഇത്തരം ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും കിട്ടിയേ പറ്റൂ എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ അധികം ആളുകൾ എന്ത് ചെയ്യും, ഒരു എക്സ്ട്രാ വർക്ക് ചെയ്യും. അതായത് ഇപ്പൊ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്, അദ്ദേഹം പറയാണ് മാനേജറെ കണ്ട് സാർ എല്ലാത്തിനും വില കൂടി, ഈ ശമ്പളം കൊണ്ട് എനിക്ക് പറ്റുന്നില്ല, ഞാൻ 5 മണിക്ക് വീട്ടിൽ പോകുന്നില്ല, 8 മണി വരെ വീട്ടിൽ ഞാൻ ഇവിടെ ജോലി ചെയ്തോളൂ പറഞ്ഞ മാനേജർ പറയും 8 മണി വരെ ജോലിയൊക്കെ ചെയ്തോ, ശമ്പളം കൂട്ടുന്ന പ്രതീക്ഷിക്കണ്ട, ഞാൻ 8 മണിക്കാ പൂട്ടി പോണ്, അതുവരെ നീ കാണിച്ച് ഇരുന്ന് എന്റെ വർക്കൗട്ട് ചെയ്തോ, പക്ഷെ ശമ്പളം കൂട്ടില്ല. അതേപോലെ അധ്യാപകൻ സ്കൂളിൽ പറയുകയാണ് 4 മണി കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കാൻ അവിടെ നടക്കില്ല. അതേപോലെ മിക്ക ഓഫീസിലും നമുക്ക് എക്സ്ട്രാ ജോലി ചെയ്യാന്ന് വെച്ചാൽ പറ്റില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ RCM എന്ന പ്രസ്ഥാനത്തിന് നമുക്ക് ഏറ്റെടുക്കുക, നമ്മുടെ ജോലി ചെയ്ത് നമുക്ക് കിട്ടുന്ന വരുമാനം കിട്ടി അതിന് പുറമെ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി നമ്മുടെ എക്സ്ട്രാ വരുന്ന ചെലവിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനും വേണ്ടിയിട്ടാണ് വലതുകാർ വെച്ചിട്ട് ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നത്. ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ധാരാളം പൈസയ്ക്ക് ആവശ്യമുണ്ട്. കാരണം ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ബിസിനസ് പഠിച്ചേ പറ്റൂ. ബിസിനസ്സിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ നമുക്ക് എന്താണ്, സെയിൽ ചെയ്താലാണ് ഈ ബിസിനസ്സിൽ ഏറ്റവും ആദ്യം നമുക്ക് വരുമാനം കിട്ടുക. സെയിൽ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ പഠിക്കണം? ആദ്യം കസ്റ്റമറെ കുറിച്ച് പഠിക്കണം, പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കണം, സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണം, ലീഡർഷിപ്പിനെ കുറിച്ച് പഠിക്കണം, പ്രോബ്ലം സോൾവിങ് പഠിക്കണം, പ്രോസ്പെക്ടിങ് പഠിക്കണം, മാർക്കറ്റിംഗ് പഠിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കണം. ഈ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ സമയവും പൈസയും ചെലവാക്കണം. അതായത് നമുക്ക് ജോലി ചെയ്യുന്ന സമയം വെച്ചാൽ ഈ സമയം മാറ്റി വെച്ചിട്ട് വേണ്ടി വരും പ്രോഗ്രാമുകൾക്ക് പോകാൻ. പിന്നെ നമുക്ക് എന്ത് വേണ്ടി, പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചാർജസ് വരും, വെറുതെ എവിടുന്നു ഒരു നോളജും കിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് സമയം, നമ്മുടെ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമയം നമുക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് രണ്ടും നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ള ജോലിക്ക് പോകാൻ പറ്റില്ല, നമ്മുടെ ഉള്ള വരുമാനം കൂടി മുട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അധികം ഞാൻ പറയുന്ന ആളുകളിലൊക്കെ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഇൻകത്തിന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സാധാരണയായി ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ട് അതിൽ അധികം കിട്ടുന്ന സമയം, ആ ജോലിയുടെ സമയം കഴിഞ്ഞ് കിട്ടുന്ന 2-3 മണിക്കൂർ ഈ ഒരു സിസ്റ്റത്തിൽ ഫലപ്രദമായി ഉപയോഗിച്ച് ഏകദേശം ഒരു 30,000 രൂപ നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് കിട്ടുമെങ്കിൽ RCM എന്ന സിസ്റ്റത്തിൽ വരുമ്പോൾ 50,000 രൂപയെങ്കിലും കിട്ടാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കാൻ പാടും. ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പ്രശ്നം വരും, വൈഫ് പ്രശ്നമാക്കും, കുട്ടികൾ പ്രശ്നമാക്കും, കുടുംബത്തിൽ പ്രശ്നം, നാട്ടിൽ പ്രശ്നമാകും, ഇവിടെ എല്ലായിടത്തും നമുക്ക് പ്രശ്നം വരും. അല്ലെങ്കിൽ നമുക്ക് ജോലിയിൽ നിന്നല്ലാതെ വേറൊരു വരുമാനം എക്സ്ട്രാ നമുക്ക് ഉണ്ടായിരുന്നാൽ മാത്രമേ ഈ ബിസിനസ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോ ഈ ഒരു ബിസിനസ്സിന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ അടുത്ത് പറയും 100 ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതിലധികം ടിക്കറ്റ് എടുക്കണം, 2 വണ്ടി വിളിച്ച ആളെ കൊണ്ടുവന്നോളൂ, നിങ്ങളുടെ ബിസിനസ് ബൂമിംഗ് ആവും എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ കയ്യിൽ നോക്കിയിട്ട് നമ്മൾ കുടുംബത്തെ അരിവ് കഴിക്കുന്ന കാശ് എടുത്തിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ ഇതിന് എക്സ്ട്രാ എഫർട്ട് ഇട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ കൊണ്ട് വേണം ഈ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട് ചെറിയ തോതിൽ. മറ്റ് ബിസിനസ് ചെയ്യുന്നവരെ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെറിയ ചെറിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് പൈസ, ഈ ബിസിനസ് റൺ ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് പോവില്ല. കുറെ ആളുകൾ ഈ പ്രശ്നം കൊണ്ട് എവിടെ ഒരു മീറ്റിംഗ് വന്നിട്ട് അദ്ദേഹത്തിന്റെ പണി മെനക്കാടുന്നു, അല്ലെങ്കിൽ നമുക്ക് പൈസ വേണം, ഒരാളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പൈസ വേണം, ഇതൊക്കെ നമുക്ക് ആവശ്യം വന്നുകൊണ്ട് നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ നിലനിർത്താൻ പറ്റാതെ, അതായത് ജോലിക്ക് പോവാതെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ബിസിനസ്സിൽ കടന്നു വരുമ്പോൾ എനിക്ക് ഒരു പണി ഉണ്ടായിരുന്നു വരുമാനത്തിന് വേണ്ടി. ഞാൻ ആ പണി ഒരിക്കലും ഞാൻ ഒഴിവാക്കിയത്. എനിക്ക് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാവരും എന്താണ് വൈഫുമാർ ഇതേപോലെ ഇതായിട്ട് സഹകരിക്കാത്തത്. എന്റെ വീട്ടിൽ ഞാൻ ഇപ്പൊ മീറ്റിംഗ് ഉണ്ട് പറഞ്ഞു പോയ വൈഫ് എനിക്ക് വേണ്ടിയിട്ട്
എല്ലാ കാര്യങ്ങളും ഒരുക്കി തരും. ഡ്രസ്സ് ഇസ്തിരിയിട്ട് തരുന്നു, അല്ലെങ്കിൽ സമയത്ത് നീ ചോറ് കൊണ്ടുപോകണം, എന്താണ് അവിടേക്ക് വേണ്ട, നേരം വൈകി വന്നാലും അവർക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ അവരുടെ കാര്യം സെക്യൂർ ആക്കിയതിന് ശേഷം മാത്രമേ RCMന്റെ പ്രോഗ്രാമിന് പോയിട്ട്, ഞാൻ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഇവരെ പ്രശ്നം അല്ലെങ്കിൽ ഇവരുടെ കാര്യം ഞാൻ വിട്ടുപോവില്ല. അവർക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കണമെങ്കിൽ അതിന് പൈസ കൊടുക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം, അതിനുള്ള പൈസ അതെന്റെ ബാധ്യതയാണ്, എന്റെ ചുമതലയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ബിസിനസ് ബിൽഡ് ചെയ്തിട്ടുള്ളൂ. ഇത് അല്ലാതെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഭൂരിഭാഗവും ഏറ്റവും ആദ്യമൊക്കെ ചിലപ്പോൾ നല്ല പെർഫോമൻസ് ആയെങ്കിലും പിന്നീട് ഈ ബിസിനസ് പതുക്കെ പതുക്കെ വിട്ടു പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഈ ബിസിനസ് റൺ ചെയ്യാൻ പൈസ ഒരു അത്യാവശ്യമാണ്. ഇനി ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഉള്ളൊരു കാര്യം, ഒരു കാര്യം ക്യാഷ് ആണെങ്കിൽ, രണ്ടാമത്തെ കാര്യം പുവർ അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റ്. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മാർക്കറ്റ് എന്താണെന്ന് അറിയില്ല, എവിടെയാണ് ഈ ഉൽപ്പന്നം വിൽക്കേണ്ടതെന്ന് അറിയില്ല, ആരെടുത്തത് പ്രസന്റ് ചെയ്യുന്ന അറിയില്ല. നമുക്ക് ചിലപ്പോൾ തവിടെണ്ണ വാങ്ങിച്ചിട്ടുണ്ടാവും, തവിടെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടാവും, നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റ് കണ്ടവരോട് മുഴുക്കെ തവിടെണ്ണയെ കുറിച്ചിട്ട് പറയും, തവിടെണ്ണ ഗുണങ്ങളെ കുറിച്ചിട്ട് പറയും. അപ്പോ കുറെ ആളുകൾ നമുക്കതിൽ റിജക്ഷൻ ഉണ്ടായിരിക്കും. ഈ ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ചിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴാവും ആളുകൾ ചോദിക്കുക, അതിന് ഇത്രമാത്രം എണ്ണ എവിടുന്ന് കിട്ടും? ഇത് ചോദിക്കുമ്പോൾ നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള അറിവില്ലെങ്കിൽ നമ്മൾ ആ ബിസിനസ്സിൽ നിന്ന് പിന്നാക്കം പോരും. ഇനി ഇതിന്റെ അറിവ് കേടി മീറ്റിങ്ങുകളിൽ പോയി അല്ലെങ്കിൽ ലീഡേഴ്സിനെ കണ്ടു, ഇത് എവിടുന്നാണ് ഇത്രയും എണ്ണ കിട്ടുന്നത്, തവിട് കിട്ടുന്നത് എന്നൊക്കെ മനസ്സിലാക്കി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് പിന്നെ രണ്ടാമത്തെ ചോദിക്കും, നിങ്ങളുടെ പ്രോഡക്റ്റ് വില കൂടുതലാണല്ലോ. അപ്പൊ നമുക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ട് ഇതിന്റെ അവബോധം വേണം. അതേപോലെ ഇപ്പൊ ന്യൂട്രിചാർജിന്റെ വുമണിന്റെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മാസം എല്ലാ ആളുകൾക്കും ഈ ഒരു ഉൽപ്പന്നങ്ങളില് ആവശ്യകത ഉണ്ട്. ന്യൂട്രിചാർജ് വുമണിനെ കുറിച്ച് പഠിച്ച് നമുക്ക് എല്ലാവരിടത്തും പോയിട്ട് ഈ വുമണിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോ അത് ഫലപ്രദമായിക്കോണമെന്നില്ല. ഇനി നമ്മളെ നിർബന്ധത്തിന് വഴങ്ങി ഒരു പ്രാവശ്യം ചിലപ്പം ആയിക്കോളും. പക്ഷെ അവരെ കുറിച്ച് പഠിച്ച് അവരുടെ ആവശ്യകത കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവരിൽ വരുന്ന എല്ലാവരും ഇത് മേടിച്ചോളണമെന്നില്ല. കുറച്ച് ആളുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് ആ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു അവബോധം നമുക്കില്ലെങ്കിൽ നമ്മൾ കുറച്ചു കാലമൊക്കെ മോട്ടിവേഷനിൽ ഉഷാറായിട്ട് ഈ ഉൽപ്പന്നങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ ഇതിന്റെ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ ഘോരഘോരം പ്രസംഗിച്ച് നമ്മൾ നാളെ വലിയ ആളുകളായിട്ട് മാറും എന്നുള്ള മോട്ടിവേഷനിൽ കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് പോകുന്നുണ്ടാവും. പക്ഷെ അവിടങ്ങളൊക്കെ നമുക്ക് പരാജയം നേരിടും. ഇപ്പൊ മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ 3 ടൈപ്പ് കസ്റ്റമർ നമുക്ക് ഉണ്ടായിരിക്കും. ഒന്ന്, ടോപ്പ് 20% ഉണ്ടാവും, ബോട്ടം 20, മിഡിൽ 60%, ഏറ്റവും അടിയിൽ ഒരു 20%, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു 20%, മിഡിലായിട്ടൊരു 60% ആളുകൾ. അപ്പൊ നമ്മളൊരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു 100 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിലൊരു 20 കുട്ടികൾ ഫ്രണ്ട് സീറ്റിലുണ്ട്, 2 സീറ്റായിട്ട് ഫ്രണ്ടിൽ ഒരു 10-20 കുട്ടികൾ, അവർ നല്ലോണം പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഏറ്റവും ബാക്കിൽ കുറച്ച് കുട്ടികളുണ്ട്, അവര് സംബന്ധിച്ചിടത്ത് പഠിക്കാൻ വളരെ മോശം. അവര് സ്കൂളിൽ വന്ന ടീച്ചർമാരുടെ ചിത്രം വരയ്ക്കല് അല്ലെങ്കിൽ കോമാളിത്തരവ് കാട്ടൽ അങ്ങനെ കഴിയും. ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് അങ്ങടും അല്ല ഇങ്ങടും അല്ലാതെ മിഡിലായിട്ടൊരു 60% കുട്ടികളുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു മാഷന്മാര് വന്ന് നമ്മൾ അതായത് ഈ ഏറ്റവും ബോട്ടത്തിൽ നിൽക്കുന്ന കുട്ടികളെയൊക്കെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുത്തി അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് വിചാരിച്ച് പരിശ്രമിച്ചാൽ ഒരിക്കലും നടക്കില്ല. ഒരിക്കലും ഈ ബോട്ടം 20% ഒരിക്കലും ടോപ്പ് 20ലേക്ക് വരില്ല. ഏറ്റവും പഠിക്കാത്ത കുട്ടികള് കൂടുതൽ പഠിക്കുന്ന കുട്ടികളായിട്ട് മാറാൻ പോകുന്നില്ല. അവര്
ആ ലെവലിലേക്ക് തന്നെ നിൽക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്താവും, നമുക്ക് ആ 60-20 80% കുട്ടികൾ മറ്റു നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് മിഡിലായിട്ട് പോകുന്ന കുറച്ച് കസ്റ്റമർ, അവരെയും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ നമ്മുടെ സിസ്റ്റത്തിൽ വന്ന് കുറെ ആളുകൾ ഉൽപ്പന്നം വാങ്ങിക്കുന്ന, ചില ആളുകൾ തീരെ മേടിക്കാത്തവരും. അപ്പൊ നമ്മൾ അവരേനെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടാവും, അവരേനെ എങ്ങനെയും പൊക്കിക്കൊണ്ടാണ് അവരെ കൂടുതൽ ബിസിനസ്സിലേക്ക് എത്തിക്കുക. എന്നും അവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം എടുക്കാൻ അവരെ, നീ എന്താ മേടിക്കാത്തത്, നീ എന്താ ചെയ്യാത്തത് പറഞ്ഞ് എന്ന് അവരെ ഘോരം ശകാരിക്കും കൂടുതലും. അല്ലെങ്കിൽ അവരെ എങ്ങനെ നേരെയാക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ചിന്തയും തോട്ടൊക്കെ അതിൽ മുഴുകിയിരിക്കും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് കൊണ്ടുപോകുന്ന നല്ലൊരു ശതമാനം നമുക്ക് ഈ 80% ആളുകൾ നഷ്ടപ്പെടും. അപ്പൊ കൂടുതൽ മേടിക്കുന്ന ആളുകൾ തന്നെ, അതായത് കൂടുതൽ ഉൽപ്പന്നങ്ങൾ, വലിയ പ്രയാസമൊന്നുമില്ലാതെ ഉൽപ്പന്നം മേടിക്കുന്ന ആളുകളെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ തന്നെ ഉൽപ്പന്നം കൂടുതൽ മേടിക്കാനും ഒരു മിതമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഇതിന്റെ സാധ്യതയും ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയൊക്കെ നമ്മൾ അവരിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ മാർക്കറ്റ്. അതിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മറ്റൊരു വരുന്ന മേടിക്കുന്നുണ്ടെങ്കിൽ മേടിച്ചോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. കാരണം അവരെ പറഞ്ഞ നേരെ ഇല്ല ഒരിക്കലും. എത്രയോ ആളുകൾ ഈ ബിസിനസ്സിൽ വന്നിട്ട് ആദ്യത്തെ പർച്ചേസ് ചെയ്യുന്നതിന് ഒരു പർച്ചേസിന്റെ എത്ര പറഞ്ഞിട്ട് എത്ര പിന്നാലെ വന്ന് വീട്ടിൽ പോയാൽ അവരെ ചെയ്യില്ല. പിന്നെ അവരെ പോയിട്ട് വല്ലാതെ നമ്മള് കൂടുതൽ പ്രയാസപ്പെട്ടിട്ട് കൂടുതൽ അവരെന്നെ പ്രലോഭിപ്പിച്ചിട്ട് നമുക്ക് കൂടുതൽ കാര്യമില്ല. അപ്പൊ ആ ഒരു രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ആളുകളാണ് നമുക്ക് പുവർ അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റ്. അതായത് മാർക്കറ്റിനെ കുറിച്ച് അറിയാത്ത ആളുകളെ കുറിച്ച്, അതിന് പഠിക്കാതെ ഈ വേണ്ടാത്ത ആളുകൾ, ഈ ഉൽപ്പന്നത്തിന് വേണ്ടാത്ത ആളുകളെ നമ്മൾ കൂടുതൽ അവരുടെ അടുത്ത് പോയിട്ട് പ്രസ് ചെയ്യായിരിക്കും. പിന്നെ ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ചിട്ട് RCM സിസ്റ്റത്തില് ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ്. മനുഷ്യരാശിയിലുള്ള എല്ലാ ആളുകൾക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് RCM ഉണ്ടായത്. അപ്പൊ രണ്ട് തരത്തിൽ നമുക്ക് കസ്റ്റമർ ഉണ്ടായിരിക്കും. ഒന്ന് നീഡ്, രണ്ട് വാണ്ട്. ഈ നീഡ് എന്ന് പറഞ്ഞ ആവശ്യം. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ, ഒരു കാറ് ഇന്ത്യയിലെ എല്ലാ ഫാമിലിക്കും ആവശ്യമാണ്, ശരിയല്ലേ? അതായത് വേനൽക്കാലത്ത് നല്ല ചൂടില് നടന്നു പോവാനോ, അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഇല്ലെങ്കിൽ AC പോവാനൊക്കെ എല്ലാ ആളുകൾക്കും ആവശ്യമാണ്. അതുപോലെ മഴക്കാലത്ത് ചില ഫാമിലിയൊക്കെ ഒരു മോട്ടോർ സൈക്കിളിൽ മുമ്പിലും പിന്നിലും കുട്ടികളെ വെച്ച് നനഞ്ഞു കുതിർന്നിട്ടൊക്കെ പോകുന്നുണ്ട്. അവർക്കൊക്കെ കാർ ആവശ്യമാണ്. ഇതുപോലെയാണ് നമ്മുടെ RCM ബിസിനസ്സിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പുറത്തുള്ള ആളുകൾക്ക് എല്ലാവർക്കും RCMന്റെ ഉൽപ്പന്നങ്ങൾ ആവശ്യമാണ്. പക്ഷെ എത്ര പേര് മേടിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാറ് മേടിക്കുന്നുണ്ട് തന്നെ. കാറ് മേടിക്കും നമ്മൾ എത്ര പേര്, നമുക്ക് വാണ്ട്, ആഗ്രഹം എത്ര പേർക്കുണ്ടോ അവര് മാത്രമേ ഇത് മേടിക്കുള്ളൂ. നമ്മുടെ RCMനെ പറ്റിയിട്ടും നമ്മുടെ ഹെൽത്തിനെ കുറിച്ചിട്ടും നമ്മുടെ ദേശത്തിനെ കുറിച്ചിട്ടും സ്വദേശിനെ കുറിച്ചിട്ടൊക്കെ ക്യൂരിയോസിറ്റി ഉള്ള ആളുകളും ആ ഒരു എന്റെ ഹെൽത്തിനെ ഞാൻ നന്നാക്കണം, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ മാത്രമേ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മേടിക്കുള്ളൂ. നീഡ് പറഞ്ഞ എല്ലാവർക്കും ആവശ്യം, ഒരാൾ ആവശ്യക്കാരൻ. ഇപ്പൊ കാറ് മേടിക്കും പോലെ തന്നെ കാറ് മേടിക്കുന്നുള്ള നമ്മൾ RCM ബിസിനസ്സിൽ വരുമ്പോഴാണ് ആളുകൾ കാറിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കും. ആ ആഗ്രഹമുള്ള ആളുകള് ഇന്നല്ലെങ്കിൽ നാളെ മേടിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളും. നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉള്ള ആളുകളെ, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളെ ഒക്കെ നമ്മൾ കണ്ടെത്തി അവരിൽ ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഈ ബിസിനസ്സിൽ വർക്ക്ഔട്ട് ആവും. അല്ലാത്ത ആളുകളെ പോയിട്ട് നമ്മൾ എത്ര പറഞ്ഞ് നമ്മൾ സമയം കളഞ്ഞിട്ടും കാര്യമില്ല. അപ്പൊ നമ്മള് രണ്ടാമത്തായിട്ട് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ചിട്ടും നമ്മുടെ മാർക്കറ്റിൽ എവിടൊക്കെ ഇത് വേണം, എന്തിനൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോഡക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം, റീസൺ നമ്പർ 3, നോ ബിസിനസ് മോഡൽ. നമ്മുടെ ബിസിനസ്സിന്
ഒരു മോഡൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഒരു വിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ എവിടെ എത്താൻ പറ്റില്ല, നമ്മുടെ കൂടെ ആരും ഉണ്ടായിരിക്കില്ല. അപ്പൊ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ, ഇപ്പൊ ഗിരീഷ് സാർ ആയാലും രാജ് സാർ ആയാലും ഒരു ഒരു വലിയ വിഷൻ അവര് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷനാണ് കാണിച്ചിട്ട് അതിലേക്കാണ് നമുക്ക് ആളുകളെ, പിന്നെ ഈ വിഷൻ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിന് ഒരു മോഡലും ഉണ്ടാവില്ല. എല്ലാവരും ചെയ്യുമ്പോൾ RCM വരുന്നു, കുറച്ച് എണ്ണ ചായപ്പൊടിയോ സോപ്പോ എടുത്തിട്ട് വിൽക്കാൻ നടക്കുന്നു. ഒരാളും നമ്മുടെ കൂടെ ചേരുന്നുണ്ടാവില്ല. കാരണം അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമില്ല. എന്തിനു വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു അവബോധമില്ല. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പേ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി, എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യണ്ടായി. അതിലത്തെ ഒന്നാമത്തെ കാര്യം, ഞാനൊരു 5-6 വർഷം മുമ്പേ ഒരു ക്ലാസ് കേട്ടു. ഒരു സാമ്പത്തികമായിട്ട് വളരെ അറിവുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞു, 3 ടൈപ്പ് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. 3 ടൈപ്പ്, 3 ടൈപ്പ് ജനങ്ങള് നാട്ടിലുണ്ട്. ഒന്ന് ലോ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ, അതായത് വളരെ, അതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ ഒരു ഡയമണ്ട് മോഡൽ ആയിരിക്കും അതിന്റെ ഗ്രാഫ്. ആ ഡയമണ്ട് മോഡൽ ഏറ്റവും അടിയിൽ വരുന്ന മുറയില് വളരെ കുറച്ച് ആളുകൾ ലോ ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ പട്ടിണി പാവങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ, പണ്ടത്തെ കാലത്തേക്ക് അപേക്ഷിച്ച് പണ്ടത്തെ കാലത്ത് കൂടുതൽ ലോ ക്ലാസ് ഉണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് വളരെ കുറച്ച് മാത്രമേ അന്നത്തെ കാലത്ത് ലോ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഹൈ ക്ലാസ്, ഒരു ഹയർ ലെവലില് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആള്. അതായത് വൈഫിന്റെ പിറന്നാളിന്, വൈഫിന്റെ ബർത്ത്ഡേക്കൊക്കെ ഒരു വിമാനം സമ്മാനമായിട്ട് കൊടുക്കുന്നു, വലിയ വലിയ വീട് വെച്ചു കൊടുക്കുന്നു, ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കുന്നു, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു കാറ്. അങ്ങനത്തെ ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് ആളുകളാണ് ഇന്ന് സമൂഹത്തിൽ കാണാനുള്ളത്. എന്നാൽ ഇതിന് രണ്ടിന്റെ നടുക്ക് വലിയൊരു വിഭാഗമുണ്ട്. ഇവരെ പറയുന്നത് മിഡിൽ ക്ലാസ്, ഇടത്തരം. ഇടത്തരം എന്ന് പറയുക, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്. ഇത് ഒരുപാട് ആളുകൾ ഉണ്ട്. ഞാനൊക്കെ അന്ന് നോക്കുമ്പോൾ ഞാൻ അന്ന് വിചാരിച്ചു ഞാനൊക്കെ മിഡിൽ ക്ലാസ്സിൽ പെട്ട ആളുകളാണ്. ഞാൻ ഏറ്റവും ലോ അല്ല, എനിക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത വിഷയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഉടുക്കാനും ഭക്ഷണം കഴിക്കാനുണ്ട്. പട്ടിണി കിടന്ന് മരിക്കേണ്ട ഗതി എനിക്കില്ല. അപ്പൊ ഞാൻ ലോ ക്ലാസ് അല്ല. എന്നാ ഹൈ ക്ലാസ് ആണോ എന്റെ വൈഫിന് ഒരു ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോ എന്തെങ്കിലും ധാരാളം അത് കണ്ണു നിറച്ച് എന്തെങ്കിലും സാധനം വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. ഇപ്പൊ പിറന്നാളാണ് എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെറിയ സാധനം വന്ന് വാങ്ങി കൊടുക്കുക പതിവ്. അപ്പൊ ഞാൻ ഇതിൽ മനസ്സിലാക്കിയത് ഞാൻ മിഡിൽ ക്ലാസ്സിൽ ആണ് ജീവിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇനി ഒരു 10-15 വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഒരു 10-20 വർഷം മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ ഗ്രാഫിന് ചെറിയൊരു മാറ്റം വരും. അതിന്റെ മാറ്റം ഒരു എക്സ് ഗ്രാഫാണ് അദ്ദേഹം വരച്ചത്. എക്സ് ഗ്രാഫില് ബോട്ടത്തില് ലോ ക്ലാസ്, ലോ ക്ലാസ് ഒരുപാട് ആളുകൾ കൂടുന്നു, ഹൈ ക്ലാസ് ഒരുപാട് ആളുകൾ കൂടും, മിഡിൽ എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം തീരെ ഇല്ലാതെ പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി വരുന്ന ഒരു 10-20 വർഷത്തിനുള്ളിൽ നിങ്ങൾ മിഡിൽ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോ ക്ലാസ്സിലേക്ക് വരാം, അല്ലെങ്കിൽ ഹൈ ക്ലാസ്സിലേക്ക് വരും. ചോയ്സ് ഈസ് യുവർ. ആ ചോയ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ ലോ ക്ലാസ്സിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. വെറുതെ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എന്ത് കാണിക്കുന്നു, അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ലോ ക്ലാസ്സിൽ എത്തിക്കോളൂ. എന്നാൽ നമുക്ക് ഇന്ന് കാണാനുണ്ട് പുതിയ പുതിയ സംരംഭകരായിട്ടുള്ള ആളുകൾ, പുതിയ പുതിയ ബിസിനസ് മോഡലായിട്ട് വന്ന ആളുകൾ, എത്രയോ ആളുകൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരുപാട് സമ്പത്തിന്റെ പൊടിമുടികൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം ഏകദേശം ഒരു 50-60 പേര് മില്യനേഴ്സ് ആയിട്ട് മാറുക എന്ന് പറയുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് ഒന്നുമില്ലാതെ നടന്നിരുന്ന ഒരു 10-50 ആളുകള് മില്യനർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അതൊക്കെ ഈ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളാണ് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. എന്നാ മുന്നേ ചെയ്തിരുന്ന അതേ ബിസിനസ് ചെയ്തിരുന്ന ആളുകള്, ഒരുപാട് കാശ് വരുമാനമൊക്കെ ഉണ്ടായിരുന്ന ആളുകള്, അവര് ഈ ലോ ക്ലാസ്സിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. അവര് പ്രത്യേകിച്ച് വേറെ ഒന്നും എക്സ്ട്രാ ചെയ്യാതെ വരുമ്പോ
ഈ ലോ ക്ലാസ്സിലേക്ക് തള്ളി പോകും. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, എനിക്ക് ലോ ക്ലാസ് വേണ്ട. ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു പോയി എനിക്ക് ലോ ക്ലാസ്സിലേക്ക് വരേണ്ടി വരും. എനിക്ക് ഹൈ ക്ലാസ്സിലേക്ക് വേണം. അതിനൊരു മീഡിയ എനിക്ക് വേണം. അതിന് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തേ പറ്റുള്ളൂ. അതിനു വേണ്ടി ഞാൻ പല പല ബിസിനസ് മോഡലുകൾ ഞാൻ നോക്കി. ഞാൻ പലചരക്ക് ഷോപ്പ് തുടങ്ങി. അതുപോലെ തന്നെ കാറ്ററിംഗ് ബിസിനസ്. പലചരക്ക് ഷോപ്പ് തുടങ്ങി. അത് കുറച്ചു കാലമൊക്കെ അതിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോയപ്പോ എനിക്ക് മനസ്സിലായി എന്റെ ജീവിതം ഈ 4 ചുമരുകൾക്കിടയിൽ കഴിയാൻ. രാവിലെ 5 മണിക്ക് നീട്ടുപോയി പച്ചക്കറി കൊണ്ടണം. പച്ചക്കറി കൊണ്ടുവന്ന് അത് വിറ്റ് ഏകദേശം ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് പകുതി വിൽക്കും, പകുതി ചിലപ്പോൾ വലിച്ചെറിയേണ്ടി വരും. പിന്നെ വൈകുന്നേരം ഒരു 9 മണി 10 മണി വരെ കടയിൽ നിന്ന് എങ്ങോട്ടും തിരിയാൻ പറ്റില്ല. അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ടിച്ച ജീവിതം കഴിഞ്ഞു പോകും. അപ്പൊ ഞാൻ ഒരു 5 വർഷക്കാലം അത് കൊണ്ടു നടന്നു. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായത്, ഞാൻ ഇനി ഒരു 10 വർഷം ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു എസ്റ്റേറ്റോ ബംഗ്ലാവൊക്കെ മേടിച്ച് ഒരു വലിയ ലെവലിലേക്ക് വരാൻ പറ്റുമോ നോക്കുമ്പോൾ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പോ അവിടെ വെച്ചിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇതുകൊണ്ട് മുന്നോട്ട് ഇതിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതിൽ കടന്നു. കാരണം ഈ 4 ചുമരുകൾക്ക് അപ്പുറത്തേക്ക് പോവാൻ ഒരു ദിവസം ബിസിനസ്സിൽ നിന്ന് വിട്ടു പോകാനോ വിട്ടു നിൽക്കാനോ എനിക്ക് പറ്റുന്നില്ല. എന്റെ ഫാമിലിയോടൊപ്പം ഒന്ന് ചെലവഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ ഓടി വരിക, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടാ പറയുക, ഇല്ലെങ്കിൽ തൊട്ടടുത്ത കടയിൽ നിന്ന് കഴിക്കും. കാരണം അത്ര ബിസിയാ. എന്ത് കിട്ടാനാ? ഒന്നും കിട്ടില്ല. കഷ്ടിച്ച് ജീവിതം. പിന്നെ അക്കൗണ്ട് ബുക്കിൽ ചിലപ്പോൾ ക്രെഡിറ്റിന്റെ ബുക്കുകൾ കൂടുതൽ കൂടുതൽ ആക്കിയിട്ട് പോവുക എന്നല്ലാതെ നടക്കുന്നു. പിന്നീട് ഞാൻ കാറ്ററിംഗ് ബിസിനസ് തുടങ്ങി. കാറ്ററിംഗ് ബിസിനസ്സിന് തിരക്കിടില്ല, അത്യാവശ്യം ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിലും പല പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഉറക്കൊഴിക്കണം കൃത്യമായിട്ട്, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ധാരാളം കൂടി കൂടി വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നപ്പോ എനിക്ക് മനസ്സിലായി ഇത് പൈസ ഉണ്ടാക്കാൻ പറ്റും, ബട്ട് ഇത് അനുഭവിക്കാൻ ചിലപ്പോൾ ഞാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്റെ ഹെൽത്ത് വീക്ക്. കാരണം മിക്കവാറും ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് രാവിലേക്ക് കൊടുക്കുക. അപ്പൊ രാത്രി ഫുള്ള് ഉറക്കൊഴിക്കണം. അപ്പൊ അങ്ങനെ ഉറക്കൊഴിച്ച് ഫുഡ് ഉണ്ടാക്കുമ്പോൾ പിന്നീടുള്ള 3 4 5 ദിവസം അത് റിക്കവർ ചെയ്ത് ആവും. അപ്പൊ എന്റെ ഒരു 1 2 ദിവസം വീണ്ടും പ്രോഗ്രാം വരുമ്പോൾ ഒരു ദിവസം കല്യാണം, പിറ്റത്തെ ദിവസം റിസപ്ഷൻ, ഇതൊക്കെ കഴിഞ്ഞാൽ അപ്പൊ കല്യാണത്തിന് റിസപ്ഷൻ 2 ദിവസമൊക്കെ ഉറക്കൊഴിച്ച് 3ാമത്തെ ദിവസം ഉച്ചയ്ക്ക് എവിടെയെങ്കിലും പിടിച്ചാൽ തന്നെ ചിലപ്പോൾ രാത്രി 8 മണി 9 മണി വരെയൊക്കെ റിസപ്ഷൻ ഉണ്ടാവും. ആ റിസപ്ഷൻ കഴിയുമ്പോഴേക്കൊക്കെ അവിടെ വീണിട്ടുണ്ടാവും. അത്ര ഹെൽത്ത് വീക്കായിട്ട് വരും. അപ്പൊ നമ്മൾ ആളുകളുടെ മുമ്പിൽ എനർജറ്റിക് ആയിട്ട് നിൽക്കണം. ഇനി നമ്മുടെ സപ്പോർട്ട് ഇല്ലാതെ കാര്യങ്ങൾ നടക്കുക വെച്ചാൽ വേണ്ടത്ര വൃത്തിയായി കൊടുക്കുക എന്നെ സംബന്ധിച്ച് കഴിയുന്നില്ല. ആളുകളെ മുന്നിലേക്ക് അപ്പൊ അതിൽ എനിക്ക് മനസ്സിലായി എനിക്ക് മുന്നോട്ട് പോവാൻ ഈ ഒരു സിസ്റ്റത്തിലും പറ്റില്ല. അപ്പോഴാണ് RCM എന്ന ഓപ്പർച്യൂണിറ്റി എന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതില് പ്രൊവൈഡ് ചെയ്യുന്നതിന് നിങ്ങൾ ഇതിൽ നിന്നെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിത ഞങ്ങൾ ഏറ്റെടുക്കുന്നു, നിങ്ങൾ ചെയ്താൽ മതി, ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട പോലെ ചെയ്താൽ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ വേണം ചേർത്താം. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഈ സിസ്റ്റത്തിലേക്ക് ഇറങ്ങി വന്നതും ഇതിന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്ന് ഞാൻ പിന്നോക്കം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അന്ന് ഏൺ ചെയ്തിരുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ഒരു മാസം എനിക്ക് ഞാൻ എന്തെങ്കിലും ഇല്ലെങ്കിലും കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ റോയൽറ്റി കവർ ചെയ്തു, ടെക്നിക്കൽ പറയുന്ന ലെവലിലേക്ക് എത്തി. ഇനിയും അതിന് മുന്നോട്ടുള്ള ഒരുപാട് ദൂരം നമുക്ക് കാണുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ സക്സസ് ആവാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും RCM നമ്മുടെ മുന്നിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമ്മളൊന്ന് ഇറങ്ങി കൊടുത്താൽ മതി. ഇത് കണ്ടപ്പോ ഞാൻ മുന്നോട്ട് പോയി. ഞാൻ അന്ന് മിഡിൽ ക്ലാസ് ആണെന്ന് വിചാരിച്ച് ഒരു 4-5 വർഷം പിന്നിട്ടപ്പോ നാളെ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിന് ഞാൻ പങ്കെടുത്തപ്പോ അവിടെ പറഞ്ഞു, ഒരു മിഡിൽ ക്ലാസ് എന്ന് വെച്ചാൽ ഇന്ന് ഗവൺമെന്റിന്റെ കണക്കില് ഒരു മിഡിൽ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം മുതൽ 1.25 ലക്ഷം വരെ ഒരു മാസം വരുമാനമുള്ള ആളുകളെയാണ് മിഡിൽ ക്ലാസ് എന്ന് പറയുള്ളൂ എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ മിഡിൽ ക്ലാസ്സും അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങളൊക്കെ ഈ ഒരു പ്രോഗ്രാം കേട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ ഏത് ക്ലാസ്സിൽ പെടും. RCM ബിസിനസ്സിൽ മിനിമം ഒരു എമറാൾഡ് പറഞ്ഞ പൊസിഷൻ എങ്കിലും വന്ന ആളുകളെക്കാണ് ഇന്ന് മിഡിൽ ക്ലാസ് എങ്കിലും ആവും. അല്ലാത്തുള്ള ആളുകളൊക്കെ അതിനും അണ്ടറിലാണ് പെടുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും സ്വയം തീരുമാനിക്കാൻ നമ്മൾ മിഡിൽ ക്ലാസ് വേണോ ലോ ക്ലാസ് വേണോ. ലോ ക്ലാസ്സിന് വെച്ചാൽ ഒന്നും ചെയ്യണ്ട. ഇപ്പൊ RCM ചേർന്നാൽ വെറുതെ ഐഡി എടുക്കാൻ മിണ്ടാതിരുന്നാൽ തന്നെ അവിടേക്ക് എത്തിക്കോളും. പക്ഷെ എക്സ്ട്രാ എനിക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് അപ്പൊ ഞാൻ അന്നാണ് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്ത് ഈ ഒരു ബിസിനസ് മോഡൽ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു മോഡൽ അതിനു വേണ്ടിയാണ് ഞാൻ
ഹൈ ക്ലാസ് ആവണം, അതിന് എനിക്ക് വിഷൻ ഉണ്ട്, എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ വിഷനും ഡ്രീമും ഒക്കെ സെറ്റ് ചെയ്ത് ഇതാണ് ഞാൻ ആളുകളിലേക്ക് മാർക്കറ്റ് ചെയ്യുന്നത്, ഇതാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിന് എത്താൻ പറ്റുന്ന, അതിന് താല്പര്യമുള്ള ആളുകളെയാണ് ഞാൻ എന്റെ ടീമിൽ കൂട്ടിയും കൊണ്ട് പോയി അവരേനെ ആ വിഷനിലേക്ക് എത്തിക്കുക, അവരുടെ വിഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു സിസ്റ്റമാണ് ഞാൻ ലീഡേഴ്സിനെയൊക്കെ കൂട്ടി അവരൊക്കെ കൈ പിടിച്ച് അവര് കാണിച്ചെന്ന പാതയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് അത് എടുത്തതും ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. മുന്നത്തേക്ക് വളർച്ച എനിക്കുണ്ട്. ഇനിയും ഒരു 2035 ആകുമ്പോഴേക്ക് എനിക്ക് തോന്നുന്നു മിഡിൽ ക്ലാസ് പറയുന്ന വിഭാഗം ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമുക്ക് ആശയം സിസ്റ്റം മനസ്സിലായി, ഇതിൽ ലീഡേഴ്സ് കാറ്റഗറി വരെ നമുക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും നമ്മൾ തെറ്റുകൾ പറ്റാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയും വെച്ചെത്താം. രണ്ടാമതൊരു കാര്യം കൂടി എന്നെ ഈ ബിസിനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത്, ഈ ബിസിനസ്സിലല്ല, ഈ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഒന്ന്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഞാൻ പല പ്രാവശ്യം പല വേദികളിലോ പറഞ്ഞ ഒരു ചെറിയ കഥ. ആ കഥ എന്റെ ജീവിതമായി ബന്ധപ്പെടുത്തിയിട്ട് ഞാൻ പറയാം. അതായത് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ട്. ആ രാജ്യത്തെ ഒരു നിയമം, 5 വർഷം ആ രാജ്യം ഭരിക്കിയ ഒരു രാജാവിന് 6ാമത്തെ വർഷം ആ രാജാവിനെ കാട്ടിൽ കൊണ്ടേ വിടുക. അത് വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ഉപേക്ഷിച്ച് പോരുക എന്നാണ് ആ നാട്ടിലെ നിയമം. അപ്പൊ ആ നാട്ടിൽ നിയമം അനുസരിച്ചിട്ട് അവിടെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ 5 കൊല്ലം കൂടുമ്പോൾ ഓരോ പുതിയ രാജാവ് വരുന്നു. 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് രാജാവിനെ കാട്ടിൽ കൊണ്ടേ വിടുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അപ്പൊ ഇന്ന ദിവസം ഇത്രാമത്തെ 5 വർഷം കഴിഞ്ഞ ഇന്ന ആള് രാജാവ്, അത് ഇന്ന കുടുംബത്തിന് എന്നുള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പൊ ആ സിസ്റ്റം പ്രകാരം ഓരോരുത്തരും വിചാരിക്കൂ, ഇനി ഒരു 6 മാസം കഴിഞ്ഞാൽ ഞാനാണ് രാജാവ്, ഞാനാണ് രാജാവ്. അപ്പൊ രാജാവ് ആവുന്നത് വരെ അദ്ദേഹത്തിന് സംബന്ധിച്ച് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ രാജാവ് ആകുമ്പോൾ അവര് വീട്ടിൽ വന്ന് അദ്ദേഹത്തെ രാജകീയ പദവിയൊക്കെ നൽകി രാജകീയമായിട്ടാണ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുക. കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാൾ രാജാവായിട്ട് നല്ല രീതിയിലുള്ള ആൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും അവിടെ ഉണ്ട്. എന്ത് വേണമെച്ചാൽ നമുക്ക് കഴിക്കാം, എന്ത് വേണമെച്ചാൽ ചെയ്യാം, ആരും ഒന്നും ചോദിക്കില്ല, കാരണം രാജാവ് ആയതുകൊണ്ട്. അപ്പൊ അധികം ആളുകൾ ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു ആകെ ഈ 6 മാസത്തില് എല്ലാ ദിവസവും എഴുതി വെച്ച് എനിക്ക് ഇത്ര ദിവസത്തിൽ ഒരു ദിവസം കഴിഞ്ഞ, അയ്യോ എന്റെ ജീവിതത്തില് ഒരു ദിവസം കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് 180 ദിവസത്തിന് ഒരു ദിവസം കഴിഞ്ഞാൽ 179 ഉള്ളൂ, ഇനി 178. ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നതോറും അവരിങ്ങനെ ശോഷിച്ച് വരും. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് രാജാവിന് വലിയ എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല. അയാൾ മിക്ക സമയവും അന്തപുരങ്ങളിൽ അവിടുത്തെ ബാറുകളിലൊക്കെ അയാൾ സന്തോഷിക്കുകയാണ്. ഹാപ്പിനെസ് എവിടുന്ന കിട്ടും, സന്തോഷിച്ച് കഴിയുകയാണ് അദ്ദേഹം. അപ്പോ ഈ 5 വർഷത്തെ ടേംസിൽ കഴിയുമ്പോൾ അയാൾ ഇങ്ങനെ ജീവിതത്തിൽ ഓരോ ദിവസം അദ്ദേഹത്തിന് പറിച്ചെടുക്കും പോലത്തെ വേദനയാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് രാജ്യകാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല, രാജ്യം അധോഗതിയിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് അവസാന ദിവസമൊക്കെ എത്തുമ്പോഴേക്ക് രാജാവിന് പ്രത്യേകിച്ച് എനർജി ഒന്നും ഉണ്ടാവില്ല, കാരണം കാട്ടിലേക്ക് പോവുകയാണ്. ഇനി എന്റെ കാര്യം വന്യമൃഗങ്ങള് കടിച്ചു കയറി തിന്നാൻ പോവുകയാണ്. എനിക്ക് അപ്പോഴേക്ക് കാട്ടിലെത്തുമ്പോഴേക്കും ഇദ്ദേഹം ഇങ്ങനെ ആദ്യ കാരണം മരിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ കാഴ്ചയാണ് ആളുകൾ കാണുന്നത്. രാജാവ് ആക്കാൻ കൊണ്ടുമ്പോ അദ്ദേഹം വളരെ ഹാപ്പിയിലും കൊണ്ടേക്കുമ്പോ വളരെ സന്തോഷമില്ലാതെ വളരെ വീർപ്പ് മുട്ടി വിഷമിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു അവസരത്തില് ഒരു രാജാവ് ആവാൻ വേണ്ടിട്ട് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആണ് പിന്നീട് രാജ്യഭരണം. അപ്പൊ ആ രാജ്യഭരണം കിട്ടുമ്പോൾ തന്നെ അദ്ദേഹം എല്ലാവിധ തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു. എന്റെ രാജ്യത്തിന് എനിക്ക് നല്ല രീതിയിൽ ആകണം, സമ്പദ് സമൃദ്ധമാണ്, ഈ ഒരു 5 വർഷം കൊണ്ട് ഞാൻ മാക്സിമത്തിന് എന്റെ രാജ്യത്തിന് എത്തിക്കുന്നുള്ള തീരുമാനം എടുത്തിട്ട് അദ്ദേഹം രാജാവായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മറ്റുള്ളവരെ പോലല്ല, ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ തീഷ്ണത ഉണ്ട്, ഇദ്ദേഹത്തിന് വളരെ സന്തോഷവാനാണ്. എന്തായാലും അദ്ദേഹം നല്ല രീതിയിൽ നോക്കും വിചാരിച്ചു അദ്ദേഹം മുഴുവൻ സമയം രാജ്യകാര്യങ്ങളിൽ മുഴുകി നല്ല രീതിയിൽ രാജ്യം ഭരിച്ച് ആ രാജ്യത്ത് ഭരിച്ച രാജാക്കന്മാരുടെ ഏറ്റവും ടോപ്പായ രാജാവായിട്ട് അദ്ദേഹം മാറി. ഓരോ വർഷം കഴിയും തോറും അദ്ദേഹത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചിട്ട് അദ്ദേഹത്തിന് വിഷമോ അല്ലെങ്കിൽ അദ്ദേഹം മുഴുവൻ സമയം അന്തപുരത്തോ ബാറിലോ ഒന്നുമല്ല, അദ്ദേഹം ആ രാജകാര്യങ്ങളിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നോക്കി ഇടപെട്ടിരുന്നു. ഈ സമയം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് രാജാവായി കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയാണോ രാജ്യത്തിലേക്ക് വന്നത് അതേ സന്തോഷത്തിലായിരുന്നു. കാരണം രാജാവായിട്ട് കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ രാജകീയ പദവിയോട് കൂടിയിട്ടേ കൊണ്ടുപോയിക്കൊള്ളൂ. മിക്ക ആളുകളും കാട്ടിലേക്ക് എത്രേന്റെ മുന്നേ മരിച്ചിട്ടുണ്ടാവും. എന്നാൽ ഈ രാജാവ് പൂർവാധികം ഓജസ്സും തേജസ്സും ഉള്ള ആളായിട്ട് ഇത് കണ്ടപ്പോൾ എല്ലാവരുടെ മനസ്സിൽ അത്ഭുതമായി. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനുണ്ടോ? എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രചോദനം? എന്താണ് ഇദ്ദേഹം ഇങ്ങനെ
ആവാൻ കാരണം എന്ന് വെച്ചപ്പോ ഒരാള് ആ രാജാവിന്റെ അടുത്ത് നേരിട്ട് ചോദിച്ചു, സർ അല്ലെങ്കിൽ രാജൻ, എന്താണ് അങ്ങേക്ക് ഈ സന്തോഷം നിലനിർത്താൻ അദ്ദേഹം ചെയ്ത് അങ്ങ് എന്താണ് ചെയ്ത്, എന്തുകൊണ്ടാണ് അങ്ങേക്ക് കാട്ടിലേക്ക് പോകുമ്പോൾ ഇത്ര സന്തോഷം? അപ്പൊ ആ രാജാവ് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് മനസ്സിലായി. ഞാൻ 5 വർഷം മുമ്പേ രാജാവ് ആവാൻ വരുമ്പോ ഞാൻ എൻ്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചു. എന്റെ ഭാവി 5 വർഷം കഴിഞ്ഞാൽ കാട്ടിലെ വന്യമൃഗങ്ങള് കടിച്ചു കീറി തിന്നുന്നതാണ് എന്റെ 5 വർഷം കഴിഞ്ഞിട്ടുള്ള കാലം. അപ്പൊ ഞാനിവിടെ രാജാവായിരിക്കുമ്പോ തന്നെ എന്റെ ഭാവിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ കാട്ടില് നല്ലൊരു സ്ഥലം കണ്ടെത്തി അവിടെ കാടൊക്കെ വെട്ടിത്തെളിച്ച് നല്ലൊരു രാജകൊട്ടാരം ഞാൻ അവിടെ പണിതു. അവിടെ കുറെ പ്രജകളെ ഞാൻ കൊണ്ടുപോയി താമസിച്ചു. അവിടെ ഒരു രാജാവിന്റെ വേക്കൻസി ഞാൻ അവിടെ ഇട്ടു. ഇന്ന് ഞാൻ കാട്ടിലേക്ക് പോകുന്നത് അവിടെ രാജാവാകാൻ വേണ്ടിയിട്ടാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഇതുവരെ ഉണ്ടായ രാജാക്കന്മാർക്ക് പറ്റിയ മണ്ടത്തരങ്ങളൊക്കെ അവര് ഓർമ്മ. ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ പറയുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മിഡിൽ ക്ലാസ്സിൽ നിൽക്കുന്ന സമയത്തും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ള ടൈം പറഞ്ഞത് 40 വർഷമായി. ഈ 40 വർഷത്തെ ഒരു 30 വർഷം എനിക്ക് കഴിഞ്ഞു. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം 40 വർഷവും അല്ല 30 വർഷം കഴിഞ്ഞ് ഒരു 10 വർഷം കൂടി ഉള്ളൂ. ഞാൻ ഈ കാര്യം കേൾക്കുമ്പോൾ അതിനൊരു 10-15 വർഷം കൂടി എനിക്കുണ്ട്. അതായത് ഒരു 20 മുതൽ 60 വരെയുള്ള ഒരു സമയമാണ് നല്ല പ്രൊഡക്ടിവിറ്റി ആയിട്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഞാൻ എന്റെ ലൈഫില് അല്ല എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ രാജാവാണ്. എനിക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ എന്റെ ജീവിതത്തിൽ ഏത് തൊഴിൽ ചെയ്താലും എന്ത് ചെയ്താലും എന്നോട് ആരും ചോദിക്കില്ല. കാരണം ഞാൻ എന്റെ ലൈഫിലെ രാജാവാണ്. ഇനി വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ എനിക്ക് എന്റെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും ഞാൻ എന്താവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത എന്റെ മനസ്സിലുണ്ടായി. എന്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഓരോ നിമിഷമായിട്ട് ഞാൻ ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. 60 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ ആരാവണം? 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊക്കെ ജോലി ചെയ്യാൻ കഴിയില്ല. RCM എന്ന പ്രസ്ഥാനത്തിലാണെങ്കിൽ നമുക്ക് ആരോഗ്യം നല്ല രീതിയിൽ ഉണ്ടായിരിക്കും. ഇനി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മൾ ഈ സിസ്റ്റത്തിലൂടെ വളർത്തിയെടുത്ത ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ അനുഭവം അവർ മറ്റു പലയിടത്തും പറയുകയാണെങ്കിൽ നാളെ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ അഡ്വൈസ് കേൾക്കാൻ, സാർ എങ്ങനെയാണ് സാറിന് ഇങ്ങനെ ഈ ഒരു നിലയ്ക്ക് എത്താൻ പറ്റി, എന്താണ് സാറിന് ഇതിൽ പ്രചോദനം ഉണ്ടായി, ഇത്രയും ആളുകൾക്ക് എങ്ങനെ ജീവിത വിജയം കൊടുക്കാൻ ഈ സിസ്റ്റത്തിലൂടെ സാറിന് കഴിഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ തേടിയ ആളുകൾ ആ സമയത്ത്. അപ്പൊ നമ്മളെന്താ അന്നും രാജാവായിട്ട് തന്നെ മരിക്കോളം രാജാവായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ഇപ്പോഴുള്ള ഒരു 5 വർഷം ഫലപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് നമുക്ക് കഴിയും. ഈ ഒരു ചിന്തയാണ് എനിക്ക് ഈ ബിസിനസ്സിൽ വന്നപ്പോൾ ഉണ്ടായി. അപ്പൊ എനിക്ക് പറ്റുന്ന ഒരു ബിസിനസ് മോഡല് ഞാൻ തെരഞ്ഞെടുത്തു. അതാണ് എനിക്ക് RCM എന്ന സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ RCMത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിലൊരു വിഷൻ ഉണ്ടാക്കാനും എനിക്ക് ഉണ്ടായ കാര്യം. ഇതേപോലെ ഓരോ ആളുകളുടെ ജീവിതത്തിലും നമുക്ക് വേണ്ട വിഷനും മിഷനും ഉണ്ടാക്കാൻ ഓരോ അനുഭവങ്ങളും സന്ദർഭങ്ങളും ഈശ്വരനായിട്ട് തരും. നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ ബിസിനസ് മുന്നോട്ട്. അപ്പൊ ഈ വിഷൻ ഇല്ല എങ്കിൽ ലീഡേഴ്സ് നമ്മുടെ അടുത്ത് എന്നും പറയുന്നത് വിഷൻ സെറ്റ് ചെയ്യൂ, ഗോൾ സെറ്റ് ചെയ്യൂ, ഡ്രീം ഉണ്ടാക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് വേണ്ട. അപ്പൊ ഇത് നമ്മൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ബിസിനസ് ഇല്ലാത്ത ഒരാളും ഈ ബിസിനസ് കയറി കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ അവർ വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടാവും. വളരെ പ്രതീക്ഷയോട് കൂടി പോകുന്ന എത്രയോ ആളുകൾ ഇതില്ലാതെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇപ്പൊ എത്ര കാര്യം നമ്മള് 9 എണ്ണത്തിലെ 3 എണ്ണം കഴിഞ്ഞു അല്ലെ? ഇനി 4ാമത്തെ പുവർ ലീഡർഷിപ്പ്. ഈ ബിസിനസ്സിൽ വരുമ്പോൾ നമ്മൾ ഒരു ലീഡർ ആയിട്ട് മാറുകയാണ്. ആ ലീഡർഷിപ്പിലേക്കുള്ള വഴിയാണ് RCM. RCMന്റെ എല്ലാ മീറ്റിങ്ങിലും എല്ലാ സിസ്റ്റത്തിലും നമ്മളെ പഠിപ്പിക്കും നമ്മളെ ഒരു ലീഡർ ആവാൻ. RCM സിസ്റ്റം പ്രകാരം RCM വരുമാനം കൊടുക്കുന്നത് ലീഡറിലേക്കാണ്.
ലീഡർ. അപ്പൊ ഈ ബിസിനസ് ഉപ്പിന്റെയും മുളകിന്റെയും സോപ്പിന്റെയും ബിസിനസ് അല്ല, ഇതൊരു ലീഡർഷിപ്പിന്റെ ബിസിനസ് ആണ് എന്ന് മനസ്സിലാക്കി എന്താണ് ലീഡർഷിപ്പ് അതിനെ കുറിച്ച് നിരവധി ക്ലാസ്സുകൾ നമ്മുടെ ഗിരീഷ് സാറും അതേപോലെ രായൻ സാറും അർജുൻ സാറും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ലുക്ക് ലൈക്ക് എ ലീഡർ, തിങ്ക് ലൈക്ക് എ ലീഡർ. ഒരു ലീഡറിന്റെ ഒരു നോട്ടത്തിൽ പോലും ലീഡറിന്റെ ഭാവം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു ലീഡർ ആവാൻ വേണ്ടി ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മള് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത്. നമുക്ക് കഴിയില്ല, എന്നെ കൊണ്ട് ആവില്ല എന്ന് പറയുന്ന ശേഷം ഉത്തരവാദിത്തങ്ങൾ നമ്മൾ സ്വയം ഏറ്റെടുത്താൽ നമ്മൾ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ലീഡർഷിപ്പിലേക്കാണ് കയറി വരുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ വരുമ്പോൾ നമുക്ക് പല ഇപ്പൊ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വരുമ്പോൾ പലതും നമ്മൾ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ഒരു മീറ്റിംഗിൽ നമ്മൾ പഠിച്ചു, നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇവിടെ, നമ്മൾ റീച്ച് നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലം ഇപ്പുറത്താണെങ്കിൽ ഇതിന് രണ്ടിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതിന് ഞാൻ മഹാലക്ഷ്മി മന്ത്രയില് ഞാൻ പറഞ്ഞു, ഇതൊരു പുഴ നടുവൂടെ ഒഴുകുകയാണെങ്കിൽ ഈ പുഴ കടന്ന് അപ്പുറത്തേക്ക് എത്താൻ നമുക്കൊരു ബ്രിഡ്ജ് ആവശ്യമുണ്ടെന്ന്. ആർസിഎം ബിസിനസ്സിൽ ആദ്യം വരുമ്പോ ഏറ്റവും ആദ്യം നമുക്ക് വൈറ്റൽ ലെവലുകളാണ് നമുക്ക് എത്തേണ്ടത്. ഇപ്പൊ വൈറ്റൽ ലെവലിലേക്ക് എത്താൻ എവിടെ ഒരു പാലം ഇല്ല എന്നും ഈ പാലം നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണെന്ന് നമ്മളതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാലം ഉണ്ടാക്കാനുള്ള ബ്രിക്കുകളാണ് നമുക്ക് ഓരോ മീറ്റിങ്ങിൽ ചെന്നാലും കിട്ടുള്ളൂ. ഞാൻ ഇതാ പറയുന്നത്, ഈ ബിസിനസ്സിൽ ആദ്യം വരുമ്പോ ഈ ബ്രിക്കുകളൊക്കെ പെറുക്കിയെടുക്കാൻ എന്ത് വേണം, നമുക്ക് പൈസ ചെലവുണ്ട്. ഇതൊക്കെ പഠിക്കണമെങ്കിൽ പൈസ ചെലവുണ്ട്, മീറ്റിങ്ങിന് പോയേ പറ്റുള്ളൂ. അപ്പൊ അതിന് പൈസ വേണം. അപ്പൊ ഈ ബ്രിക്കുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും, പല സ്ഥലത്തും പോയിട്ട് നമുക്ക് പെറുക്കി കൂട്ടേണ്ടി വരും. അപ്പൊ ഈ ബ്രിക്കുകൾ വെച്ചിട്ട് വേണം നമ്മൾ തന്നെ വേണം പാലം പണിയാൻ. ഒരു വിജയം എന്ന് പറയുമ്പോൾ ഒരടിക്ക്, അതായത് ഒരു വൈറ്റൽ ലെവലിൽ നമ്മൾ ഇവിടെ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡയമണ്ടിലേക്കുള്ള ഒരു പാലില്ല. നമുക്കുള്ളത് എപ്പോഴും എന്താണ്, ഒരു ആർസിഎമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നു, നമുക്ക് നേരെ എത്തിച്ചേരേണ്ടത് വൈറ്റൽ ലെവൽ. വൈറ്റൽ ലെവലിന്റെ ഏറ്റവും കൂടിയ സ്റ്റേജാണ് സ്റ്റാർ. അപ്പൊ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നാൽ നമുക്ക് ലീഡർഷിപ്പ് ഇല്ല, നമുക്ക് സെയിൽസ് സ്കില്ലില്ല, ഒന്നും തന്നെ നമുക്കില്ല. അപ്പൊ നമ്മൾ ആദ്യം കിട്ടേണ്ട ബ്രിക്കുകൾ നമ്മൾ സെയിൽസ്, മാർക്കറ്റിംഗ്, പ്രോസ്പെക്ടിങ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ട കഴിവുകൾ. ഇനി സ്റ്റാർ വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരേണ്ടത് റോയൽറ്റി. അത് അടുത്ത ബ്രിഡ്ജാണ്. സ്റ്റാർ വരെ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ റോയൽറ്റിക്ക് പഠിക്കേണ്ടി വരിക. റോയൽറ്റിക്ക് പഠിക്കേണ്ടി വരിക നമുക്ക് ഹൗ ടു മാനേജ് അവർ ടീം. നമ്മൾ ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ പീപ്പിൾ മാനേജ്മെന്റ് നമുക്ക് സാധ്യമാകും, എങ്ങനെയാണ് കുറെ ആളുകളെ ഒരുമിച്ച് നിർത്തുക, ഇതൊക്കെ ഒരു ലീഡർക്കേ സാധിക്കൂ. ഇപ്പൊ മഹാത്മാഗാന്ധി നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ളൊരു വിഷൻ കാണിച്ചു തന്നിട്ടാണ് അദ്ദേഹത്തിന്റെ കൂടെ ആളുകൾ അണിനിരന്നിരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തേക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു വരും കാലങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ട്. ആ വിഷൻ കാണിച്ചു തന്നുകൊണ്ട് അപ്പൊ നമുക്ക് മിക്കതും പറ്റുന്നത് വൈറ്റൽ ലെവലിൽ നമുക്ക് സ്റ്റാർ വരെ എത്തും. സ്റ്റാർ വരെ എത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ആർസിഎമ്മിലെ നമ്മുടെ ലീഡേഴ്സ് മീറ്റ്. കേൾക്കില്ലേ സാറേ? കേൾക്കാം. കേൾക്കുന്നുണ്ട് സാർ. നമ്മുടെ ലീഡർഷിപ്പിന്റെ നമ്മുടെ ലീഡർഷിപ്പ് സ്കില്ലുകൾ വേണ്ട ലീഡർഷിപ്പിന്റെ നമ്മുടെ മീറ്റിംഗ്, അതായത് ലീഡേഴ്സ് മീറ്റിൽ നമുക്ക് പങ്കെടുക്കാനും ലീഡേഴ്സ് ഗ്രൂപ്പില് നമുക്ക് ചേരാനും പറ്റും. അപ്പൊ നമ്മൾ ലീഡർ ആയി എന്നാണ് ഒരു സ്റ്റാർ എത്തുമ്പോൾ നമ്മുടെ ലീഡേഴ്സ് ഒക്കെ വിചാരിക്കും. കൂടുതൽ ആളുകളും ആ വൈറ്റൽ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. നമുക്ക് അവിടുന്ന് പിന്നെ റോയൽറ്റി നമുക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചിന്തിക്കുക, എന്റെ ലീഡർഷിപ്പിന്റെ സ്കില്ലില് എന്തോ പ്രോബ്ലം ഉണ്ട്, അല്ല ലീഡർഷിപ്പ് ആവാനുള്ള കഴിവ്, എനിക്ക് ലീഡർ ആവാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം. നമ്മൾ പിന്നീട് അവിടുന്ന് പ്രൊഡക്റ്റ് വിൽക്കാനോ മറ്റുള്ള കാര്യങ്ങളോ പഠിക്കുന്നതിന് പുറമെ ഞാൻ ഒരു നല്ല ലീഡർ ആവാൻ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും,
നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് എന്തൊക്കെ മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ ഒക്കെ നടത്താൻ പറ്റുന്നതിനെ കുറിച്ചിട്ടാണ് പിന്നീട് നമുക്ക് പഠനം ആവശ്യമുള്ളത്. ഇവിടെ റോയൽറ്റി കഴിഞ്ഞ പിന്നെ അടുത്തതാണ് നമുക്ക് ടെക്നിക്കൽ. അപ്പൊ ഓരോ സമയത്തും നമുക്ക് ഓരോ കഴിവുകൾ കൂട്ടിക്കൂട്ടി ഞാൻ ഈ ടെക്നിക്കൽ ലെവലിൽ എത്തിയപ്പോ സാധാരണ രീതിയിൽ ബിസിനസ് ഒന്നും അറിയാത്ത ഞാൻ ആർസിഎം ബിസിനസ്സിൽ വന്നു. നമുക്ക് പ്രോസ്പെക്ടിങ്ങിനെ കുറിച്ചിട്ട് വലിയ അറിവൊന്നുമില്ല. എന്നാൽ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ വെച്ച് ലിസ്റ്റ് ബിൽഡിങ്ങും മറ്റും മറ്റൊക്കെ ചെയ്ത് നമ്മൾ അതിനെ തരണം ചെയ്തു. അത് അടുത്ത കാര്യങ്ങളായി പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചു, സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. ഇങ്ങനെ ഓരോന്നിനും പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് ഏകദേശം ഇപ്പൊ ഒരു 3 വർഷം കഴിഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് ഒരു പൊടിക്ക് അങ്ങോട്ട് കേറുന്നില്ല. ലീഡേഴ്സിന്റെ കയ്യിൽ ഞാൻ പിടിക്കുന്നുണ്ട്, എന്റെ കൂടെയുള്ള ആളുകളുടെ കയ്യിൽ ഞാൻ പിടിക്കുന്നു. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം, ഒരു അടിക്ക് നമുക്ക് കേറുന്നില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് കേറാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മള് അടുത്ത സ്റ്റേജിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് കേറാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വന്നു. കാരണം ഇവിടുന്ന് അങ്ങോട്ട് കേറണമെങ്കിൽ ഇനി എമറാൾഡ്, സ്റ്റാർ എമറാൾഡ് ആ ഒരു പദവിയിലേക്കാണ് ഇനി നമുക്ക് കയറേണ്ടത്. പക്ഷെ അവിടേക്ക് കയറണമെങ്കിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്നും പോരാ. അപ്പൊ നമ്മുടെ ഈ ബിസിനസ്സിൽ നമുക്ക് എന്തൊക്കെ വേണം? ഈ 3 സ്റ്റെപ്പിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറക്കണം. അപ്പൊ ഇതുവരെ നമ്മൾ എന്ത് ലേൺ, ഇനി എന്ത് ചെയ്യണം? ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് അൺലേൺ ചെയ്യണം. അതായത് പഠിച്ചതൊക്കെ ഒന്ന് മറന്ന് പിന്നീട് എന്ത് വേണം? പുതിയ കാര്യങ്ങൾ, ന്യൂ ലേണിംഗ്. അതായത് ഇതുവരെ പഠിച്ച കാര്യമില്ല, പുതിയ കാര്യങ്ങൾ ഇനി പഠിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവ് എനിക്ക് കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ RCMA കുറിച്ചിട്ടും സിസ്റ്റത്തെ കുറിച്ചിട്ടും ബിസിനസിനെ കുറിച്ചും പുതിയ കാര്യങ്ങൾ, ലീഡർഷിപ്പിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ച് ലീഡർഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ബിസിനസ്സാണ്, ലീഡറിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇത് ലീഡേഴ്സിന്റെ ഗ്രൂപ്പ്. അപ്പൊ നമ്മുടെ ലീഡർഷിപ്പിന്റെ സ്കില്ല് അല്ലെങ്കിൽ ലീഡർഷിപ്പിന്റെ കഴിവ് നമുക്ക് കുറവായിട്ടുള്ള ലീഡറാണ് നമ്മൾ വെച്ചാൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോവുക. ചില ആളുകൾ വന്ന അതൊന്നും ഒരു പൊടിക്ക് മാറില്ല. സാർ എന്റെ ബിസിനസ് കൂടില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ മിക്ക ആളുകളും ലീഡർമാരുടെ അടുത്ത് പോയിട്ട് സാർ നമ്മുടെ 3V വരയ്ക്കും. 3V വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഞാൻ ഇവിടെ നിൽക്കുന്നു, എനിക്ക് ഇവിടെ 2 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൂപ്പിൽ ഇവിടെ ഇത്ര ആളുണ്ട്, ഇവിടുത്തെ ഒരു ഗ്രൂപ്പിൽ ഇത്ര ആളുണ്ട് എന്ന് പറയുമ്പോ എനിക്കൊരു ടെക്നിക്കൽ ആവണം എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം ലീഡേഴ്സ് പറഞ്ഞു കൊടുക്കുക, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇവിടെ ഒരു 5 ലക്ഷം കൊണ്ടു, ഇദ്ദേഹത്തിന് ഒരു റോയൽറ്റി ആക്കൂ, ഇദ്ദേഹത്തിന് ഒരു റോയൽറ്റി ആക്കൂ. കാരണം ഇവിടെ 5 ലക്ഷം വരും. അപ്പൊ നിങ്ങൾ ഇവിടെ എന്ന് പറയുന്ന സിസ്റ്റം ആവും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇത് ഈ RCM ബിസിനസ്സിൽ വന്ന ഒരു സ്റ്റാർ വരെ എത്തുന്ന ഒരു ലീഡർക്ക് അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ എത്തുന്ന ആൾക്ക് അറിയില്ല ഇപ്പുറത്ത് 5 ലക്ഷം ഇപ്പുറത്ത് 5 ലക്ഷം വന്ന അയാൾ പേളാവുന്നു. ഇതിപ്പോ നമ്മളെ സംബന്ധിച്ച് വേറൊരാൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവർക്ക് അറിയാം. പക്ഷെ അവന്റെ കുറവുകള് എവിടെയാണ് അവൻ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടത്, എവിടെയാണ് അതിന്റെ പ്രശ്നം, അല്ലെങ്കിൽ ആ ടീമിൽ വരുന്ന ആളുകളിലേക്ക് അടിയിലേക്ക് നോക്കുക. ഇവിടെ ഇങ്ങനെ എന്താണ് കഴിഞ്ഞ പ്രാവശ്യം എത്ര മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്, ഇവിടെ എന്തുകൊണ്ട് മീറ്റിംഗ് നടത്തുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും അവിടെ മീറ്റിംഗ് നടത്താൻ പറ്റിയ ഒരാള് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനിങ് നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. ഇപ്പുറത്തുള്ള ആളുകൾക്ക് സെയിൽസ് വല്ലതും നടക്കണം, അപ്പൊ സെയിൽസ് അവിടെ അറിയില്ല. അപ്പൊ ആ സെയിൽസ് സ്കില്ല് കൂട്ടാൻ നമുക്ക് അങ്ങനത്തെ ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ ട്രെയിനിങ്ങുകളും കാര്യങ്ങൾക്ക് അവർക്ക് അറ്റൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുക, ബിസിനസ് ഓട്ടോമാറ്റിക്കായി കയറും. മിക്ക ആളുകളും ഇപ്പുറത്തെ 5 ലക്ഷം അടിക്കാൻ അന്റെ അടുത്തില്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്തു, എന്തെങ്കിലും കടം മേടിച്ചൊരു 50,000 PV അടിച്ചപ്പോൾ തയ്ക്കി, ഇപ്പുറത്ത് അടിച്ച് തയ്ക്കി പറഞ്ഞ് അദ്ദേഹം ഈ പ്രൊഡക്റ്റ് കൊണ്ടിട്ട് എന്ത് ചെയ്യും? ഒരുപാട് ആളുകൾ അങ്ങനെ പ്രൊഡക്റ്റ് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ ബിസിനസ് വിട്ടുപോയ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ ഈ ലീഡർഷിപ്പ് സ്കില്ല് അല്ലെങ്കിൽ ലീഡർഷിപ്പിന്റെ ആ ഒരു കഴിവാണ് നമുക്ക് കൂട്ടിയിട്ട് വരുത്തേണ്ടത്. അപ്പൊ ഈ ബിസിനസിനെ സംബന്ധിച്ച് ലീഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അടുത്താണ് 5ാമത്തെ പുവർ കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മള് കമ്മ്യൂണിക്കേഷൻ മോശമായി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ഒരാളുടെ അടുത്ത് പറയുമ്പോൾ 90%
അപ്പൊ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ബിസിനസ് വരുമ്പോൾ ഒരുപാട് ട്രെയിനിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ ആളുകളെ ഇങ്ങനെ വരിക്ക് നിർത്തി ബാക്കിലേക്ക് തിരിഞ്ഞു നിർത്താൻ പറയും. എന്നിട്ട് ഏറ്റവും മുമ്പിലുള്ള ഒരാളുടെ അടുത്ത് നമ്മളൊരു കാര്യം പറയും. ഇതേ കാര്യം അടുത്ത ആളുടെ അടുത്ത് പറഞ്ഞ, അടുത്ത ആളുടെ അടുത്ത് പറഞ്ഞ, അടുത്ത ആളുടെ പറഞ്ഞ, ഏറ്റവും അവസാനം പറഞ്ഞ ആളുടെ അടുത്ത് ആദ്യം പറഞ്ഞ ആളായിട്ട് പറഞ്ഞ ഒരു കാര്യമായിട്ട് ബന്ധം ഉണ്ടാവില്ല. ശരിയല്ലേ? നമ്മൾ അങ്ങനത്തെ ട്രെയിനിങ് ധാരാളം കേട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ട ആളുകൾക്ക് മനസ്സിലായോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. മിക്ക സമയങ്ങളിൽ നമ്മൾ പറഞ്ഞു പോക്കാം, ഇന്ന കാര്യങ്ങൾ ചെയ്യും, ഇന്നതായാലും. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഉദ്ദേശിച്ച കാര്യം അവർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. ഒരു 80% ഈ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും അവസാനം എത്തുമ്പോൾ ലീഡർ പറഞ്ഞ കാര്യമല്ല അവിടേക്ക് എത്തിയിട്ടുണ്ടാവുക. ഇത് നമ്മൾ തിരിച്ചറിയണമെന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ അവിടെ ഇങ്ങനെ ചെയ്യണം. പറഞ്ഞ കാര്യം ഒന്നുകിൽ നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനോട് അന്ന് തിരിച്ചു ചോദിക്കണം, ഞാൻ എന്താ പറഞ്ഞു, ഇപ്പൊ എന്താ നിനക്ക് മനസ്സിലായി? അപ്പോഴാണ് അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക എന്താണ്. ഇപ്പൊ എന്റെ വീട്ടിൽ 2 കുട്ടികളുണ്ട്. രണ്ടിലത്തെ ഒരുത്തൻ എന്തെങ്കിലും പറയുമ്പോ ഇഷ്ടം തന്നെ വണ്ടി എടുക്കുക ഓടും. കട അവിടെ എത്തിയിട്ട് ആദ്യം വിളിക്കും, അച്ഛാ ഞാൻ എന്താ അച്ഛാ അവിടുത്തെ പറഞ്ഞു, ഇന്ന കടയിൽ പോയിക്കോ, ഇന്ന കടയിൽ പോയിക്കോ പറഞ്ഞാൽ തന്നെ അവ അവിടുന്ന് ആ കട മുമ്പിൽ എന്നിട്ട് അവിടുന്ന് വീണ്ടും വിളിക്കും. എന്നിട്ട് വീണ്ടും പിന്നെ എന്താ ഇന്ന സാധനങ്ങൾ ഇത് പറയും, മുഴുമിക്കില്ല. അപ്പോഴേക്കും അവൻ കട്ട് ചെയ്യും. ഒരു പകുതി സാധനങ്ങൾ ലാസ്റ്റ് അച്ഛൻ ഇന്നൊക്കെ മേടിച്ചപ്പോ ഞാൻ പറഞ്ഞതൊക്കെ അല്ലാതെ മേടിച്ചിട്ടുണ്ടാവും വേറെ എന്ത്, അവൻ ശ്രദ്ധിക്കുന്നില്ല. ഇതേപോലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടീമിലെ ആളുകൾ ഇതിലും മീതിയാവും. അതുകൊണ്ട് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ടീമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പുവറാണെങ്കിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രശ്നമാണ്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞത്ര 5 കാര്യങ്ങൾ പറഞ്ഞു. ഈ 5 കാര്യം ആരെങ്കിലും ഒരാള് ഒന്ന് പറയുകയാണെങ്കിൽ ഇവിടുന്നുള്ള ഒരു 4 കാര്യങ്ങൾ നമുക്ക് സ്പീഡിൽ പോകാനെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിക്കോട്ടെ. ആരെ മ്യൂട്ട് ഓൺ ആക്കി പറയണേ? നമസ്കാരം. താങ്ക് യു സർ. ഇത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. രണ്ടാമത്തേന് പൂർ അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് കുറവ്. മൂന്നാമത്തെയാണ് നോ ബിസിനസ് മോഡൽ. ആൻഡ് 4-മത്തെയാണ് പൂർ ലീഡർഷിപ്പ്. ആൻഡ് 5-മത്തെയാണ് പൂർ കമ്മ്യൂണിക്കേഷൻ. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 5 കാര്യങ്ങൾ പറഞ്ഞതില് ഇത് ശരിയാണോ? അതെ സാർ, ഇത് സാറ് പറഞ്ഞതെല്ലാം എന്നെ കുറിച്ച് മാത്രമാണ്. നമുക്ക് എന്റെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഉള്ള കാര്യം തന്നെ. അപ്പൊ ഇത് ശരിയാണെന്ന് വെച്ചാൽ ഇനി 4 കൂടി ഫാസ്റ്റ് ആയിട്ട് പോവാ അല്ലെ? ഓക്കെ. അപ്പോ അടുത്തതായിട്ട് നമുക്ക് എന്താ, പുവർ സിസ്റ്റം. ഈ ബിസിനസ് റൺ ചെയ്യുന്നത് 100% ഒരു സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ RCM ബിസിനസ്സിലേക്ക് ഒരാളെ കൊണ്ടുമ്പോൾ ആ ഒരു ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. കാരണം അവർ ബിസിനസ് കണ്ടിട്ടില്ല, സിസ്റ്റം കണ്ടിട്ടില്ല, കമ്പനി കണ്ടില്ല, നമ്മളെ കണ്ടിട്ടുള്ളൂ. നമ്മളെ കണ്ടുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ആളുകൾ നമ്മുടെ കൂടെയാണ് നമുക്ക് അസോസിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവരെ തന്നെ ഈ സിസ്റ്റത്തിലേക്ക് മാറ്റണം. ഈ സിസ്റ്റമാണ് നമുക്ക് ആ ടീമിനെ പഠിപ്പിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ നാട്ടില്, നമ്മുടെ ഭൂമിയില് അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയോ, അതൊരു സിസ്റ്റാ. ഇപ്പൊ നമുക്ക് എല്ലാ ദിവസവും സൂര്യൻ എവിടെ ഉദിക്കും? കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. രാവിലെ 6 മണിക്ക് ഉദിക്കും, വൈകിട്ട് 6 മണിക്ക് അസ്തമിക്കും. ഇനി ചില ദിവസം മാസങ്ങളിൽ എന്ത് ചെയ്യും, 6 പറഞ്ഞ് ചിലപ്പോൾ 6:15, 6:30 ചിലപ്പോൾ സൂര്യൻ ഉദിക്കുക. പക്ഷെ അതിനനുസരിച്ച് വൈകുന്നേരം സമയം കൂടി കൂടി വരും. ആ ഒരു 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രി, ഇതൊരു സിസ്റ്റാണ്. എന്തെങ്കിലും ഒരാൾ ചെന്ന് വിളിച്ച് നീപ്പിച്ചിട്ടാണോ സൂര്യൻ ഉദിക്കുന്നത്? ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ സൂര്യൻ ഉദിക്കാതിരിക്കുവോ? ഒരിക്കലും സംഭവിക്കില്ല. കാരണം എന്താ, അതൊരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഒരു വണ്ടി, നമ്മൾ വണ്ടിയിൽ പെട്രോൾ ഒഴിക്കണു, ബാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യണു, ബാക്കി അതിന്റെ കാര്യങ്ങൾ ആ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോഴാണ് വണ്ടി ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. നമ്മുടെ കുടുംബത്തിലും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ കുറെ ആചാരങ്ങളും കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. അതെന്താ? അതൊരു സിസ്റ്റമാണ്.
അപ്പൊ ഈ സിസ്റ്റമാണ് നമുക്ക് ഈ ഒരു ഇതില് ആളുകളിലേക്ക് ബോധവാന്മാരാക്കേണ്ട, ആളുകളെ പഠിപ്പിച്ചുകൊണ്ട്. അതിനു മുന്നേ നമുക്ക് വേണ്ട കാര്യം എന്താ? നമുക്കൊരു സിസ്റ്റം വേണം എന്നുള്ളതാണ്. നമ്മുടെ സിസ്റ്റം എന്താ? രാവിലെ എപ്പോ എണീക്കണം, എത്ര സമയം RCM കുറിച്ച് പഠിക്കണം, എത്ര സമയം ഫീൽഡിൽ പോകണം, അല്ലെ എത്ര സമയം മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മൾ കൃത്യനിഷ്ഠയായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാനോ നമുക്ക് വേറൊരാളെ സിസ്റ്റം പഠിപ്പിക്കാനോ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്കൊരു ലീഡർക്കാണ് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ ഗാന്ധിജിയുടെ കഥ നേരത്തെ പറഞ്ഞിട്ട് നിർത്തി, അതൊന്ന് മുഴുമിക്കാൻ ശരിക്കും. ഗാന്ധിജി ഒരു ദണ്ഡിയാത്രയെ കുറിച്ചിട്ട്, അദ്ദേഹം ലീഡർ ആയതുകൊണ്ട് അദ്ദേഹം ദണ്ഡിയാത്രയെ കുറിച്ചിട്ട് നെഹ്റുവിന്റെ അടുത്ത് സംസാരിക്കുകയുണ്ടായിരുന്നു. നെഹ്റു, ഞാൻ ഇന്ന ദിവസം തൊട്ട് ഒരു ദണ്ഡിയാത്ര തീരുമാനിക്കുകയാണ്. ഏകദേശം 367 കിലോമീറ്റർ അതിന് ദണ്ഡിയാത്രയ്ക്ക് സബർമതി ആശ്രമത്തിൽ നിന്നുള്ള, സബർമതിയിൽ നിന്ന് ആ ദണ്ഡി പറഞ്ഞ സ്ഥലത്തേക്കുള്ള യാത്ര. ആ ദൂരം കേട്ടപ്പോ എടുത്ത വഴിക്ക് നെഹ്റു പറഞ്ഞു അത്രേ, ഗാന്ധി, ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ, ഇത് നടക്കാത്ത കാര്യം, നിങ്ങൾ എന്ത് ഭ്രാന്ത് പറയണേ വെച്ചു. അപ്പൊ ഗാന്ധി പറയും, നെഹ്റു, താങ്കൾക്ക് ചിലപ്പോൾ ഇത് ഇമ്പോസിബിൾ ആയിരിക്കും, പക്ഷെ എനിക്ക് ഇത് പോസിബിൾ ആണ്. അതാണ് ഒരു ലീഡർ. അതായത് നമ്മൾ ബിസിനസ്സിലെ പല കാര്യങ്ങളും, ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ഡോക്ടർ രാജൻ സാറിനെ അദ്ദേഹം 1000 ആളുടെ പ്രോഗ്രാം വെക്കുക, 2000 ആളുടെ പ്രോഗ്രാം, ഇതൊക്കെ വെക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കും, എന്താ എന്നും മീറ്റിംഗ് അല്ലെങ്കിൽ എന്നും പല കാര്യങ്ങളും ഞാൻ ചിന്തിക്കുന്നു. പക്ഷെ രാജൻ സാറിന് ഡൗട്ടില്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് പോസിബിൾ ആണ്. എല്ലാ പ്രോഗ്രാമും അദ്ദേഹം പ്ലാൻ ചെയ്ത് വിജയിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ. കാരണം അദ്ദേഹം ഹീസ് എ ലീഡർ. ഇതുപോലെ നമുക്ക് ഓരോരുത്തരും ആ ലീഡർഷിപ്പിലേക്ക് വരണം. ലീഡർഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എല്ലാ ആളുകളെയും ആ സിസ്റ്റത്തെ ആയിട്ട് പ്ലഗ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ബിസിനസ് സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. സിസ്റ്റം അറിഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് ഈ ബിസിനസ്സിന് മുന്നോട്ട് പോകില്ല. ഇതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് RCM നമുക്ക് ഡെവലപ്പ് ചെയ്ത് തന്നത്. ആ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ അതിനെ ആളുകളെ അസോസിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോ 6ാമത്തെ കാര്യം പുവർ സിസ്റ്റം. 7ാമത്തെ കാര്യം നമുക്ക് കുറച്ച് നമ്മളതിനെ അത് ബാധിക്കുള്ളൂ, പുവർ പ്രൈസിങ്. പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ വലിയൊരു പ്രശ്നം, നമുക്ക് RCM-ല് MRP ഉണ്ട്, DP ഉണ്ട്, PV ഉണ്ട്. അപ്പൊ കുറെ ആളുകളെ സംബന്ധിച്ചിടത്തോളം RCM ബിസിനസ്സിൽ വരുമ്പോൾ ബിസിനസ് ഒന്നും അറിയില്ല, RCM-ൽ എങ്ങനെയും വന്നു പ്രൊഡക്റ്റ് വിൽക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ കുറെ ആളുകൾ, എനിക്ക് ലാഭമൊന്നും വേണ്ട, ഞാൻ എന്റെ ചാച്ചനല്ലേ കൊടുത്ത് അല്ലെങ്കിൽ എന്റെ കസിനല്ലേ കൊടുത്ത്, എനിക്ക് വാങ്ങിയ വില കിട്ടി, ഇനി 10 റുപ്യ കുറഞ്ഞാലും കുഴപ്പമില്ല, നീ കൊണ്ട്, അല്ലെങ്കിൽ നീ തരണ്ട, പൈസ തരണ്ട എന്ന് പറഞ്ഞിട്ട് ഉൽപ്പന്നം കൊടുക്കും ചില ആളുകൾ. ഇങ്ങനെയൊക്കെ വാങ്ങി നമ്മൾ എത്ര രൂപയ്ക്ക് അവർക്ക്, അതായത് ഒരു 193 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന തവിട് ഉണ്ടാക്കി 138 രൂപയ്ക്ക് നമ്മൾ കൊടുക്കാതെ 100 രൂപയ്ക്ക് കൊടുത്താലും വാങ്ങിക്കുന്ന കസ്റ്റമറുടെ മനസ്സിൽ എന്താവും, ഇവനിപ്പോ ഒരു കാര്യമില്ല, അതൊക്കെ ഇത് കൊടുന്നു തരില്ല. അവന് ഈ 100 രൂപയ്ക്ക് കിട്ടുമ്പോ തന്നെ എത്രയോ ലാഭം കിട്ടുന്നുണ്ടെന്ന് അവര് വിചാരിക്കും. 2ാമത്തെ കാര്യം, അവരുടെ ചിന്തയില്, ഇപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് ഞാൻ പോയി പറയണം, എന്റെ അടുത്ത് ഇങ്ങനത്തെ ഒരു എണ്ണ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആട്ടുണ്ട്, ചായപ്പൊടി ഉണ്ട്, ന്യൂട്രിചാർജ് വുമൺ ഉണ്ട്, മെന്നൻ, ഇത് നിങ്ങൾ വാങ്ങിക്കൂ പറയുമ്പോ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന്റെ എന്താ, അവന് 10 രൂപ കിട്ടിക്കോട്ടെ വെച്ചിട്ട്, എനിക്ക് 10 രൂപ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ എന്റെ കയ്യിൽ ഉൽപ്പന്നം മേടിക്കുന്നത്. ഇതേപോലെ നമ്മുടെ കയ്യിൽ മേടിക്കുന്ന ഏതൊരാളും നമുക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ നമ്മളായിട്ട് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും MRP-യിൽ പറഞ്ഞൊരു സെയിൽ നമ്മൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ ഇടയിൽ വരും. കമ്പനിക്ക് അറിയാം ഈ ഉൽപ്പന്നത്തിന് MRP DP രണ്ടും ഇടുന്ന എന്തിനാണ്. അവര് സിസ്റ്റം വെച്ച MRP-ക്ക് വിൽക്കുന്ന ആളുകൾക്കാണ് ഈ ബിസിനസ്സിന് മുന്നോട്ട് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ മിക്ക ആളുകളും കണ്ടിട്ടുണ്ട്, റോയൽറ്റിയോ ടെക്നിക്കൽ എന്തെങ്കിലും ആവാൻ വേണ്ടി 25,000 PV, 50,000 PV, 1,00,000 PV ഒക്കെ സെൽഫായിട്ട് അടിക്കും. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളും സ്ഥിരമായിട്ട് എണ്ണ കൊടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മറ്റു ഉൽപ്പന്നങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന വീടുകളിലൊക്കെ ചിലപ്പോ ഇത്തരത്തില് കണ്ടമാനം ഉൽപ്പന്നങ്ങൾ ബില്ലടിച്ചിട്ട് ഇവരെ വിചാരം ഇത് എങ്ങനെയൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും ഇവര്, അതായത് എണ്ണയ്ക്ക് 193 നിങ്ങൾ 175 തന്നാലും 150 തന്നാലും മതി, അതെങ്കിലും കിട്ടില്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് അവര് പ്രോഡക്റ്റ്. പക്ഷെ ഇത് മറ്റൊരുത്തിനെ ബാധിക്കും, അത് നമ്മുടെ സിസ്റ്റത്തിനെ ബാധിക്കും. എവിടെങ്കിലൊക്കെ ആൾക്കാർ കൊഴിഞ്ഞു പോകും. എന്നിട്ട് അവര് ലീഡേഴ്സിന്റെ അടുത്ത് കംപ്ലൈന്റ്, സാറേ അവിടെ നോക്കൂ അങ്ങനെ കൊടുത്തു, ഇവിടെ നോക്കൂ ഇങ്ങനെ കൊടുത്തു. അതുകൊണ്ട് എന്താ, എനിക്ക് ഈ ബിസിനസ്സിനകത്ത് പല ഇതാണ് ഒരു യൂണിറ്റിയിൽ തോന്നിയ പോലെ ചെയ്യുന്ന ബിസിനസ് എനിക്ക് വലിയ, കാരണം ഞാൻ അവരുടെ മുമ്പിൽ മോശക്കാരനായി.
ഇങ്ങനെ പറയുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം പൈസ വരുമാനത്തിനേക്കാൾ ഉപരി അവരവരെ ക്രെഡിബിലിറ്റിക്ക് സ്ഥാനം കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ കേരളത്തിലുള്ള ആളുകൾ എല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ അത് മോശമായിട്ടുള്ളൊരു ബിസിനസ് ചെയ്യാൻ ആരും തയ്യാറാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ സിസ്റ്റം ഫോളോ ചെയ്യാത്ത ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവര് സിസ്റ്റം പഠിപ്പിച്ചാൽ അവർ ബാക്കി കാര്യങ്ങൾ പിന്നെ ഫോളോ ചെയ്തോളും. പിന്നെ 8ാമത്തെ കാര്യം പുവർ പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. അതായത് RCMലെ ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ നമ്മുടെ മനുഷ്യരാശിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അവർ എല്ലാ തരത്തിലും അതിനെ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഓരോ പ്രോഡക്റ്റ് എല്ലാവർക്കും വേണ്ട തന്നെ കമ്പനി ഉണ്ടാക്കിയ പ്രൊഡക്റ്റ്. പക്ഷേ കമ്പനി ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് വിൽക്കാൻ ഏൽപ്പിച്ചത് നമ്മളെ. നമുക്ക് ചിലപ്പോൾ എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ കഴിഞ്ഞോളന്നില്ല. ഞാൻ അവിടെയാണ് നീടും വാണ്ടും നമ്മൾ പറഞ്ഞത്. അപ്പൊ പ്രോഡക്റ്റ് ഈസ് ഗുഡ്, സർവീസ് ചെയ്യേണ്ട എവിടെ നമ്മളാണ്. ഇപ്പൊ നമ്മളൊരു ഉൽപ്പന്നം കൊടുത്താൽ ഒരു ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 2 or 3 ദിവസം കഴിഞ്ഞാലെങ്കിൽ അല്ലെങ്കിൽ പിറ്റത്തെ ദിവസം തന്നെ അവരടുത്ത് ചെല്ലണം. ചെന്നിട്ട് അല്ലെങ്കിൽ 3ാമത്തെ ദിവസത്തിനുള്ളിൽ നിർബന്ധമായി അവരടുത്ത് ചെല്ലുക, ഒന്ന് വിളിക്കുക ചെയ്യണം, നിങ്ങൾ അത് കഴിച്ചോ ഇല്ലേ. ഞാൻ ചില വീടുകളിൽ പോകുമ്പോൾ അവര് 6 മാസം 1 കൊല്ലം ഒക്കെ കഴിഞ്ഞിട്ട് ഒരാൾ ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവും. ഇത് ഒരു മീറ്റിംഗ് കേട്ട് അതിൽ ആകൃഷ്ടമായിട്ട് പ്രൊഡക്റ്റ് മേടിക്കും. വീട്ടിൽ ചെന്നപ്പോ ഭാര്യ പറയും ഇങ്ങനത്തെ പല സാധനങ്ങളും മാർക്കറ്റ് വരിക, ആര് ചെക്ക് ചെയ്തിട്ട് അത് മേടിച്ച്, ആരോട് ചോദിച്ചു മേടിച്ചു, വെറുതെ വല്ലതും കഴിച്ചിട്ട് ഉള്ള ആരോഗ്യം നശിപ്പിക്കണ്ട എന്ന് പറയുമ്പോൾ ഇത് അവിടെ അങ്ങനെ വെക്കുന്നത് നല്ലതാണ്. അവ ചെയ്ത് ഇനി കാശ് പോയത് പോയി, ഇനി മിണ്ടാതിരിക്കുക. അവരൊരിക്കലും പിന്നെ അത് ഉപയോഗിക്കും. ചിലർക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ മഹാത്മ്യം കാര്യങ്ങളോ പറഞ്ഞ് മനസ്സിലാകുമ്പോൾ അവർ ചിലപ്പോൾ ഉള്ളുന്ന് എടുത്ത് നോക്കൂ, അന്നൊരു ദിവസം ഞാൻ ഇത് മേടിച്ച നോക്കൂ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ ഇത് കഴിക്കാൻ പറ്റുമോ. എത്രയോ വീടുകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതെന്തോ നമ്മുടെ സർവീസ് കറക്റ്റ് അല്ലാത്ത. കമ്പനിയെ സംബന്ധിച്ച് പ്രൊഡക്റ്റ് ഈസ് ഗുഡ്, നമ്മുടെ സർവീസ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ആ വീട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആ ആളായിട്ടോ ഡീല് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരാളെ ഈ സിസ്റ്റത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ ഇതിൽ നിലനിർത്തണമെങ്കിൽ നമ്മൾ അവരായിട്ടുള്ള സർവീസ് കറക്റ്റ് ആയി. അത് ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങളല്ല, ഏത് ഉൽപ്പന്നങ്ങൾ. ഒരു ചായപ്പൊടി കൊടുത്താൽ ഏകദേശം ഇത്ര സമയത്തിന് അത് ഉണ്ടാവും. നമുക്ക് അതിനുള്ള അവരെ വിളിക്കുക, വീണ്ടും അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ. നമ്മൾ വിളിച്ചില്ലെങ്കിൽ അവര് തൊട്ടടുത്ത പീടിക മേടിക്കും. ഒരിക്കലും അവർ നമ്മളെ വിളിച്ച് പ്രൊഡക്റ്റ് മേടിക്കില്ല. അത് ആളുകളുടെ മൈൻഡ് സെറ്റാ. അതാണ് ശീലം. തൊട്ടപ്പുറത്ത് ഇപ്പൊ കുളിക്കുന്ന സമയത്താണ് സോപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും, കുളിമുറിയിൽ നിന്നിട്ടാണ് എടാ സോപ്പ് കഴിഞ്ഞ ഒരു സോപ്പ് അവിടുന്ന് അപ്പൊ തൊട്ട പീടിക ഉണ്ടെങ്കിൽ അവിടുന്ന് മേടിക്കുള്ളൂ ആളുകൾ. ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും. അപ്പൊ നമ്മൾ ഞാൻ കൊടുത്തല്ലോ, എന്നെ വിളിച്ചില്ലല്ലോ, വിളിക്കില്ല നമ്മൾ തന്നെ. നമ്മൾ ആ സർവീസ് കറക്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തും ചെയ്യാൻ കഴിഞ്ഞാലേ നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താ? റോങ് ടീം. റോങ് ആയിട്ടൊരു ടീം നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട ടീം ശരിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ് ഒരു പൊടിക്ക് മുന്നോട്ട് പോവില്ല. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാതെ, സിസ്റ്റം നോക്കില്ല, ഒരു വിഷൻ ഇല്ല, ഇതൊന്നുമില്ല, ഒരു സർവീസിങ് ഇല്ല, ഇതൊന്നും ഇല്ലാത്തൊരു ടീമാണ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ഇത് ബിസിനസ് എവിടേക്കും പോവില്ല. നമ്മൾ നോക്കൂ, നമുക്ക് ഈ മഹാഭാരതത്തിലൊക്കെ നമുക്കൊരു 5 കുതിരയെ കൂട്ടിയിട്ടുള്ള ഒരു രഥത്തിനെ കാണിക്കും. അതുപോലെ കുറെ ആളുകൾ ഉണ്ട്. ഈ 5 കുതിരേനെ കുറിച്ച് 5 കുതിരയ്ക്ക് 5 ലക്ഷ്യം അടിച്ച് നമ്മൾ എവിടെയെങ്കിലും എത്തുമോ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം RCMന് ഒരു വിഷൻ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു കൾച്ചർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. RCM എന്താണ്? എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും സ്വയം പര്യാപ്തത, ഒരു നവഭാരത നിർമ്മാണം. ഇതാണ് RCMൽ വരുന്ന ഏതൊരാളുടെ അടുത്ത് TCG അന്നും ഇന്നും പറയുന്നത്. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുക. അപ്പൊ അത് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കുറെ ആളുകൾക്ക് എന്താവും, കുറെ ആളുകൾക്ക് ആരോഗ്യം വേണ്ടതാണ്. ഇതൊന്നും വേണ്ടാത്ത കുറെ കാര്യങ്ങളാവും അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടീമിന് നോക്കി നോക്കൂ, ഒരാളുടെ ലക്ഷ്യം ഇങ്ങനെയാവും, ഒരാളുടെ ലക്ഷ്യം നേരെ ഓപ്പോസിറ്റ്, പിന്നെ ഒരാളുടെ ലക്ഷ്യം ഇങ്ങോട്ടാവും, ഒരാൾക്ക് ഇങ്ങോട്ടാവും, ഒരാൾക്ക് ഇങ്ങോട്ടാവും. ഇങ്ങനെ തല തിരിഞ്ഞ് ഒന്ന് മേപ്പെട്ടും ഒന്ന് കീഴ്പ്പെട്ടും പല രീതിയിലുള്ള ഒരു ടീം നമുക്കുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. നമ്മൾ ലീഡർ ഒരു കാര്യം പറയും, മറ്റുള്ളവരെ എതിർത്ത് പറയും, അടുത്ത പറയുമ്പോൾ അത് വേണ്ട, വേറെ എതിർത്ത് പറയും. ഇത് ഈ ടീം ഉണ്ട് എന്നല്ലാതെ നമുക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണം വെച്ചാൽ നമ്മൾക്ക് എന്താണ്, ഒരേ ലക്ഷ്യം വെച്ചിട്ട്, ഒരേ ചിന്ത വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു ടീമിനെ എവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്.
അപ്പൊ ഇത് എല്ലാവരും കൂടി ഒരേ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യം കറക്റ്റ്. അത് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇത് പല പല ചിന്തകളായിട്ടുള്ളത് ഈ ടീമിനെ കൊണ്ട്, ഇതാണ് ഒരു റോങ് ടീം, ഇത് റൈറ്റ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കോർ വാല്യൂ, ഈ ഒരു കോർ വാല്യൂ വേണം. കാരണം കമ്പനിയുടെ കോർ വാല്യൂ എന്താ? ആർട്സ് ബിസിനസ്സിന് ഒരു നിത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ബിസിനസ്സിന് നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വേണം. അതിന് നമുക്ക് സത്യസന്ധരായിട്ടുള്ള ആളുകളാവണം, സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആളുകളാവണം, പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ ശരിയായിട്ടുള്ള ആളുകൾ. നമ്മളൊരു പ്രശ്നം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആളുകളെ ബാധിക്കാത്ത കാര്യങ്ങളാവണം നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സമൂഹ നന്മയായിരിക്കണം നമുക്ക് ഇതിൽ ലക്ഷ്യം, എന്റെ മാത്രം കാര്യമല്ല ലക്ഷ്യം. ഇങ്ങനെയുള്ള കുറച്ച് കോർ വാല്യൂ, സത്യസന്ധരായിരിക്കണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കോർ വാല്യൂ വെച്ചിട്ട് ആ കോർ വാല്യൂ ഉള്ള ആളുകളെ നമ്മുടെ കോർ ടീമിലേക്ക് നമുക്ക് കയറ്റാം. അതിലേക്ക് നോക്കിയിട്ട് വേണം നമുക്ക് സീരിയസ് ആയിട്ടുള്ള ബിസിനസ് ട്രെയിനിങ്ങോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അല്ലാത്ത ആളുകളെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തരുത്. ഉൾപ്പെടുത്തുമ്പോ എന്താ വെച്ചാൽ അവരടുത്ത് പറയാ, നിങ്ങൾക്ക് ഈ വക ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നിന്നെ ഇതിൽ അകപ്പെടുത്താൻ പറ്റില്ല. ഈ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കി വരുമ്പോൾ നിന്നെ ഇതിലേക്ക് ഉൾപ്പെടുത്തും. നമ്മൾ കുറച്ച് മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ആ കോർ ലിസ്റ്റിലേക്ക് നമുക്ക് ആളുകളെ പെടുത്താൻ പറ്റുള്ളൂ. അതിന് ആദ്യം വേണ്ടത് നമുക്കൊരു കോർ വാല്യൂ വേണം എന്നുള്ളതാണ്. നമ്മള് സിഗരറ്റ് പിടിക്കുക, കള്ളു പിടിക്കുക, ഇങ്ങനത്തെ ആളുകളാവുമ്പോൾ മറ്റേ ആളുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല നീ അത് ചെയ്യരുത് എന്ന്. അപ്പൊ ആർസിൻ ബിസിനസ്സിൽ വരുമ്പോ എന്തൊക്കെയാണ് ആർസിൻ ലക്ഷ്യം വെക്കുന്നത്? ലഹരി വിരുദ്ധം, അതേപോലെ സ്മോക്കിങ്, ഇതൊന്നും വേണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതേ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടേതായ ഒരു കോർ വാല്യൂ ഉണ്ടാക്കുക, നമ്മുടെ സിസ്റ്റങ്ങൾ ബന്ധപ്പെട്ട ആളുകളായിട്ട് നമുക്ക് മുന്നോട്ട്. നമുക്ക് നോക്കി അറിയാം, നമ്മുടെ കുടുംബങ്ങളിൽ ഒരു കോർ വാല്യൂ ഇല്ലെങ്കിൽ, ഇപ്പൊ രണ്ട് കുടുംബത്തിൽ നിന്ന് രണ്ടാള് കല്യാണം കഴിക്കുന്നു, നമ്മുടെ കുടുംബത്തിലെ കോർ വാല്യൂ, നമ്മുടെ സിസ്റ്റം ആയിട്ടുള്ള കോർ വാല്യൂ എല്ലാം നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഫാമിലിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാമിലി എന്നും പ്രശ്നമാണ്. കാരണം ഭർത്താവ് പറഞ്ഞ കോർ വാല്യൂ അല്ല ഭാര്യയ്ക്ക്. അപ്പൊ ഭർത്താവ് ഒരു കാര്യം പറയാം, അപ്പൊ വൈഫ് നോ പറയും, നമുക്ക് കേൾക്കാൻ പോലും നിൽക്കില്ല, നോ പറയും. ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ഭർത്താവ് നിനക്ക് വേറെ പണിയില്ല പറയും. ആ കുടുംബങ്ങൾ തമ്മിൽ ഒത്തുപോകില്ല. അതുകൊണ്ടാണ് പണ്ട് മുതലേ നമ്മുടെ ഫാമിലികളിലൊക്കെ ഒരേ രീതിയിലുള്ള ആളുകളെ തമ്മിൽ കല്യാണം കഴിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി, അതിനൊരു കോർ വാല്യൂ ഉണ്ട്. നമുക്കൊരു ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പല കമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഓരോ കോർ വാല്യൂ. മരിച്ച അവരെ എങ്ങനെ സംസ്കരിക്കണം, ജനിക്കുമ്പോ എന്തൊക്കെ ചെയ്യണം, ഇപ്പോ മറ്റൊരു പിറന്നാളിന് നമ്മൾ എന്തൊക്കെ ചെയ്യും. ഒരു അമ്പലത്തിന് ഒരു കോർ വാല്യൂ ഉണ്ട്. അത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവുകയാണ്, ആ അമ്പലത്തിന്റെ കോർ വാല്യൂ എന്തോ ഷർട്ട് ഊരിട്ട് അതിന്റെ ഉള്ളിൽ കിടക്കണം എന്നുണ്ട്. അപ്പൊ അതിന്റെ പുറത്ത് പോയാൽ ഞാൻ ഷർട്ടില്ല ഇട്ടേ കിടക്കുക പറഞ്ഞാൽ അണക്ക് സ്ഥാനം പുറത്താണ്, ഉള്ളിലേക്കില്ല. ഉള്ളിലേക്ക് കയറണോ ഇത് പാലിക്കണം. അതേപോലെ ഓരോന്നിനും ആ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് അതൊക്കെ ഡെവലപ്പായി പോകുന്നത്, ആ കോർ വാല്യൂ പാലിച്ചുകൊണ്ട്. അതുകൊണ്ട് ഒരേ ലക്ഷ്യമായിട്ട് ഒരേ ചിന്തയായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എങ്ങോട്ടും പോവില്ല. പലർക്കും പല അഭിപ്രായമായിരിക്കും. ഇത്തരം 9 കാര്യങ്ങളാണ് ഈ ബിസിനസിനെ കുറിച്ചിട്ട് എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഇന്ന് സാധാരണത്തിലധികം സമയമെടുത്തു. ഇനി നമുക്ക് ബിസിനസ്സിന് പ്രശ്നങ്ങൾ എന്താ? ഞാൻ മിറർ പറഞ്ഞു, 3 മിറർ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് കണ്ണാടിയിൽ 3 ലെഫ്റ്റ് റൈറ്റും സെന്ററും നോക്കി നമ്മൾക്ക് ഇനി എന്ത് വേണം. അപ്പൊ ഈ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഫോർവേഡ് ചെയ്യാം, മുന്നോട്ട് ഉള്ള ഗ്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരത്തേക്കുള്ളത് കാണണം. അപ്പൊ നമ്മൾ ട്രാഫിക്കില് നമ്മൾ പാലിക്കേണ്ട, നമുക്ക് സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. അത് ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും നമ്മുടെ ലീഡേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു അവസരം ഇവിടെ ലീഡേഴ്സ് മീറ്റിൽ വന്നിട്ട് പക്ഷെ നിങ്ങൾ എല്ലാവരെയും ഒന്ന് കാണാനും എല്ലാവരെയായിട്ടും സംവദിക്കാനുള്ള ഒരു അവസരം തന്ന ശ്രീ ഡോക്ടർ ആയൻ സാറും അതേപോലെ ശ്രീ അർജുൻ സാറും ഗിരീഷ് സാറും തുടങ്ങിയിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ആളുകൾക്കും ഇന്ന് ഈ ഒരു പ്രോഗ്രാം മറ്റ് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് കേട്ട് ഇരുന്ന് മനസ്സിലാക്കിയ എല്ലാ ലീഡേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.